السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ചരിത്ര പഠന ക്ലാസ്, പിന്നെ സമസ്തയുടെ ചരിത്രം എന്നൊന്നും പറയേണ്ട, ചരിത്രം എന്ന് പറഞ്ഞാൽ തന്നെ സമസ്തയ്ക്കേ ചരിത്രമുള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കും. അതിലിപ്പോൾ കുറേ ചോദ്യങ്ങൾ ഇപ്പോൾ പേഴ്സണലായിട്ടും ഗ്രൂപ്പിലൂടെ ആയിട്ടുമൊക്കെ വന്നതുണ്ട്. എല്ലാ ചോദ്യത്തിനും ഒരു ദിവസം മറുപടി പറയാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു ക്ലിപ്പും 5 ക്ലിപ്പൊന്നും ആയാൽ മതിയാവില്ല. തോനെ ക്ലിപ്പായാൽ അത് എല്ലാവർക്കും അത് കേൾക്കാനും വലിയൊരു സൗകര്യവും സമയവും സന്തോഷവും കിട്ടിയില്ല എന്ന് വരും. ചിലരൊക്കെ ഇത് മുഴുവനും കേട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചില ചോദ്യം കേട്ടാൽ. കാരണം നമ്മൾ ഈ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞ കാര്യങ്ങളും പിന്നെയും ചില ആളുകൾ ചോദിക്കുന്നു. അപ്പം അത് ആവർത്തന വിരസത മറ്റുള്ളവർക്കുണ്ടാവും. അത് ചോദ്യകർത്താക്കൾ ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ ചോദിക്കുന്നതിന് എത്ര പ്രാവശ്യം ചോദിച്ചാലും നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഒരു ഹർഫ് വ്യത്യാസമില്ലാതെ പറയാൻ എനിക്ക് കഴിയും, അൽഹംദുലില്ലാ. പക്ഷെ അതിങ്ങനെ കേട്ടവരൊക്കെ കേട്ട് പിന്നെ അതെന്നെ കേട്ട് എന്ന് പറയുമ്പോൾ പിന്നെ ചില ആൾ പോസ്റ്റ് ഇടാൻ തുടങ്ങും. ആവർത്തന വിരസത ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞത് പിന്നെ പറയരുത് എന്നൊക്കെ. അതിന് വഴി ആരും വെക്കരുത് എന്ന് ആദ്യമായിട്ട് എല്ലാവരെയും അറിയിക്കുന്നു. ഞാൻ ഉപദേശിക്കും, നിങ്ങളെ പിന്നെ നിർബന്ധിക്കൊന്നുമല്ല. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകാൻ വേണ്ടി ഇതെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ഇന്ന് നമ്മൾ അഡ്മിൻ തന്നെ ഒരു ചോദ്യം വെച്ചിട്ടുണ്ട്. പട്ടിക്കാട് കോളേജിൽ നിന്ന് ശംസുൽ ഉലമയെ പുറത്താക്കിയ, അല്ലെങ്കിൽ പുറത്ത് പോരേണ്ടി വന്ന, അതിനെ ഒന്ന് വിശദീകരിക്കണം അല്ലേ. 2 ദിവസമായിട്ട് നമ്മളെ പ്രിയപ്പെട്ട സ്നേഹിതന് നമ്മളെ കറുപ്പത്തോട്ടം, അതിൻ്റെ വിവരമൊന്നും അറിയായിട്ട് അങ്ങനെ എല്ലാവർക്കും എല്ലാ വിവരവും അറിയണം അല്ലേ. പിന്നെ നമ്മളെ കമാലിയ മെഡിക്കൽ കോളേജ് മർക്കസ് പണയം വെച്ചത്, ഇതൊക്കെ ഇപ്പോൾ ഞാൻ ഒരു പ്രാവശ്യത്തിൽ വിശദമായിട്ട് പറഞ്ഞതാണ്. പിന്നെ പുതുതായി വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊരു പക്ഷേ ചിലപ്പോൾ അത് കേട്ടില്ല എന്ന് വരും. അതിന് അഡ്മിന്മാർ അവർക്ക് സൗകര്യം ചെയ്ത് കൊടുത്ത് യൂട്യൂബിൽ നിന്ന് അവരോട് എടുത്തത് കേൾക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. ഇന്നലെ ഇപ്പോൾ അത് കറുപ്പത്തോട്ടം പറയാൻ വിചാരിച്ചത്. അപ്പോഴേക്കാണ് നമ്മളെ കൈവെട്ടുകാരൻ പൈസൻ്റെ ഒരു പോസ്റ്റ് വന്നപ്പോൾ അത് പറയേണ്ടി വന്നു. അപ്പോൾ ഇൽമുൽ ഹാൽ എന്നാണല്ലോ. ഇന്നലെ അത് വന്നപ്പോൾ ഇന്നലെ തന്നെ അത് പറയാൻ വേണ്ടി വെച്ചതാണ്. ഇനി അതെന്താണെന്ന് ആരെങ്കിലും ഇത് കഴിഞ്ഞ് പിന്നെ ചോദിക്കണ്ട. അത് ഇന്നലത്തെ ക്ലിപ്പെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ യൂട്യൂബിൽ നിന്ന് അത് കിട്ടും. അപ്പോൾ അത് അതിൽ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ശംസുൽ ഉലമയെ അവിടുന്ന് പുറത്താക്കിയത് അത് സമസ്തയുടെ ചരിത്ര പഠനവുമായി നല്ലോണം ബന്ധപ്പെട്ട കാര്യമാണ്. അഥവാ ഈ സമസ്ത രൂപീകരിക്കുന്നതിൻ്റെയും ഒരു 12 കൊല്ലം രൂപീകരിച്ച പാർട്ടിയാണ് മുസ്ലിം രാഷ്ട്രീയ പാർട്ടി. 1880 ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ ഒരു പാർട്ടി രൂപീകരിച്ചിരുന്നു. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു സമ്മേളനം എന്നാണ്. എന്നിട്ട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇനി അത് വേണ്ട എന്നുള്ള അഭിപ്രായം ചില നേതാക്കൾക്ക് ഉണ്ടായിരുന്നതാണ്. ഇപ്പം ഞാൻ ഈ രാഷ്ട്രീയത്തിൽ ഇടപെട്ടു എന്ന് ആർക്കും തോന്നണ്ട എന്ന് മനസ്സിലാക്കി ഞാൻ ആ ഭാഗമൊന്നും പറയുന്നില്ല. അത് ഓരോരുത്തർക്കും ഇഷ്ടം പോലെ കോൺഗ്രസോ മറ്റുള്ള പാർട്ടിയോ ഏതോ ആവട്ടെ, ഏത് പാർട്ടിയാവുന്നതിന് നമുക്ക് വിരോധവും ഇല്ല. പക്ഷേ ഈ മുസ്ലിം രാഷ്ട്രീയ പാർട്ടി 906 ഇത് രൂപീകൃതമാകുന്നത്. 906 924 സമസ്ത ഇവിടെ വരുന്നതും. ഒരാൾ വന്നിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് നിർത്തുന്നു, പിന്നീട് ഞാൻ തുടരും. അസ്സലാമു അലൈക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപം കൊണ്ടത് 924 ഈ മുസ്ലിം രാഷ്ട്രീയ കക്ഷി
അത് ഇവിടെ രൂപം കൊള്ളിക്കുന്നത്. രൂപം കൊണ്ടതല്ല, അത് രൂപം കൊള്ളിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഒരു കുതന്ത്രമായിരുന്നു അത്. മുസ്ലിമീങ്ങൾ സ്വാതന്ത്ര്യ സമര രംഗത്ത് വളരെ സജീവമായി മുന്നിട്ടിറങ്ങിയപ്പോൾ ആ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി അവർ ഷിയ നേതാവാകുന്ന മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന ബോംബെക്കാരനെ കൊണ്ട് തുടങ്ങിച്ച ഒരു പാർട്ടിയാണ് സർവേന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അതിന് മുസ്ലിം എന്ന പേര് അതിന് കൊടുക്കൽ തന്നെ അന്ന് തന്നെ അതൊരു ഉചിതമായിരുന്നില്ല. കാരണം എല്ലാ നിലക്കും സുന്നത്ത് ജമാഅത്തിനെയും സുന്നത്ത് ജമാഅത്ത് അധിഷ്ഠിതമായ മുസ്ലിമീങ്ങളെയും എതിർക്കുന്ന കക്ഷികളാണ് ഷിയാക്കൾ. ആ ഷിയ വിശ്വാസിയാണ് ഇതിൻ്റെ സ്ഥാപക നേതാവാകുന്ന മുഹമ്മദ് അലി ജിന്ന. പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അയാളും ആൾക്കാരും ഒക്കെ ബോംബെയിലേക്ക് പോയപ്പോൾ ആ ചെറുത് ഇവിടുന്ന് നീങ്ങിനാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മദ്രാസുകാരനായ അദ്ദേഹം മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകട്ടെ എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഇതിവിടെ രൂപീകരിച്ചത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. അത് 1948 മദ്രാസ് രാജാജി ഹാളിൽ വെച്ച്. അന്ന് കേരളമോ ഇങ്ങനെ ഈ സ്റ്റേറ്റൊന്നും ഇല്ലാത്ത കാലത്ത് ഇങ്ങനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേരിൽ രൂപീകൃതമാവുകയും പിന്നെ ഏകദേശം ഒരു 50-58 കാലങ്ങളിലൊക്കെ മെല്ലെ ഇവിടെ വന്ന് 60-ന് ശേഷം പിന്നെ വാഫക്കിത്തങ്ങളും മറ്റുമൊക്കെ സജീവമായി അതിലേക്ക് വന്നപ്പോൾ പൂക്കോയത്തങ്ങളെയും വാഫക്കിത്തങ്ങളെയും ഒക്കെ കണ്ട് കുറേ ആളുകൾ അതിൽ കൂടി ഇത് മുസ്ലിമീങ്ങൾക്ക് ഗുണമുള്ളതാണെന്ന് മനസ്സിലാക്കി. പക്ഷേ അതിൻ്റെ ഗുണക്കേടൊക്കെ പിന്നെയാണ് പലരും മനസ്സിലാക്കിയത്. ഞാനതൊന്നും വിശദീകരിക്കുകയല്ല, അതൊക്കെ നമ്മളെ KMIC-യിലും മറ്റൊരു സമയത്ത് ഇതിലൊക്കെ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കക്ഷി അഥവാ ഈ മുസ്ലിങ്ങളുടെ പേരിലുള്ള ഈ കക്ഷി അതിവിടെ നിലവിൽ വന്ന് ഇവിടെ പ്രവർത്തനം തുടങ്ങിയത് ഒരു ക്ലച്ച് പിടിക്കാത്ത രംഗം വന്നു. കാരണം ഈ ഷിയ നേതാവായ ആൾ സ്ഥാപിച്ചത് അത് മുസ്ലിമീങ്ങൾക്ക് പറ്റിയതല്ല എന്ന് ആലിമീങ്ങൾ പണ്ട് തന്നെ തീരുമാനിച്ചു. അതുകൊണ്ടാണ് മഹാന്മാരായ പല ആലിമീങ്ങളും ആ പാർട്ടിയിൽ മെമ്പർമാരായി ചേരാതിരിക്കാൻ കാരണം. മഹാനായ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ, മഹാനായ ശംസുൽ ഉലമാ UK അബൂബക്കർ മുസ്ലിയാർ, മഹാനായ സദഖത്തുള്ള KK സദഖത്തുള്ള മുസ്ലിയാർ, പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, ഇവരൊക്കെ ബഹുമാനപ്പെട്ട ചാലിയത്തെ ഷേഖ് ബഹുമാനപ്പെട്ടവർ, ഇങ്ങനെ ഒരുപാട് ആളുകൾ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ അവരൊന്നും ഈ പാർട്ടിയിൽ ചേരാതെയും അതിന് സപ്പോർട്ട് ചെയ്യാതെയും നിന്നത് ഈ ഷിയ നേതാവായ ആള് സ്ഥാപിച്ചു എന്ന നിലക്ക് അവരവിടെ മാറ്റി നിർത്തിയതായിരുന്നു. പിന്നീട് ഇതിന് ചെറിയ ഒരു രൂപവും ഭാവവും ഒക്കെ മാറിയത് നേരത്തെ പറഞ്ഞതുപോലെ വാഫക്കിത്തങ്ങൾ മഹാനവറുകൾ ആലിമീങ്ങളുടെ കൽപ്പനകൾ മുഴുവനും സ്വീകരിച്ച് ജീവിക്കുന്ന ഒരാളായിരുന്നു. ബഹുമാനപ്പെട്ടവർ ഇന്നത്തെ ശ്രീലങ്കയും അന്നത്തെ ബർമ്മയുമായ ശ്രീലങ്കയിൽ നിന്ന് വംശീയ കലാപമുണ്ടായപ്പോൾ തൻ്റെ കച്ചവടം ഒക്കെ അവിടുന്ന് ഒഴിവാക്കി കോഴിക്കോട്ട് വന്ന് കച്ചവടം തുടങ്ങിയ കാലം. ആ ടൈമിൽ ഒരു ചെറുപ്പക്കാരനായ BB അബ്ദുള്ള കോയ സാഹിബ്, അദ്ദേഹം ഒരു യൂറോപ്യൻ സംസ്കാരമുള്ള ആളായിരുന്നു. അങ്ങനത്തെ ആളുകളൊക്കെയാണ് അന്ന് ഈ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരൽ. അദ്ദേഹം ഒരു പ്രമുഖ കച്ചവടക്കാരനുമാണ് കോഴിക്കോട്ടുള്ള. അവരുടെ കുടുംബവും ഒരു പ്രമുഖ കുടുംബം ആണ്. അവരുടെ പ്രേരണ കാരണം ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ അതിൻ്റെ സാരഥ്യം ഏറ്റെടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ ലീഗിലേക്ക് വന്നു. അപ്പോൾ തങ്ങൾ ആലിമീങ്ങൾ പറഞ്ഞതൊക്കെ കേൾക്കുന്ന ആളാണ് തങ്ങൾ. മുത്താലിമീങ്ങളെ അടക്കം ബഹുമാനിക്കുന്ന ആളുമാണ്. വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഇസ്ലാമിക ജീവിതം നയിക്കുന്ന ആളുമാണ്. ജീവിതത്തിൽ പ്രായപൂർത്തിയായതിനു ശേഷം ഒരു പ്രാവശ്യം പോലും ബഹുമാനപ്പെട്ടവർക്ക് സുബഹി നിസ്കാരം ഖളാ ആയിട്ടില്ല. അതാണ് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൻ്റെ ശിലാസ്ഥാപനം നടക്കുന്ന സമയത്ത് ഒരുപാട് ആലിമീങ്ങളുണ്ട്. കാരണം സമസ്തൻ്റെ പേരിലുള്ള കോളേജ് ഉള്ളത്. പക്ഷെ സമസ്തയും ആദർശവും കോളേജും കാര്യങ്ങളും കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമാണ് അന്നും ഇന്നും ഉണ്ടായിരുന്നത്. രാഷ്ട്രീയക്കാരാണ് എന്നും അത് നിയന്ത്രിച്ചതും. ഏതായിരുന്നാലും വാഫക്കിത്തങ്ങളുടെ കാലത്ത് കുറേയൊക്കെ ഒരു സെറ്റപ്പിൽ നടന്നിരുന്നു. അതുകൊണ്ടാണ് ഈ ആലിമീങ്ങളൊക്കെ കൂട്ടിയതും ആലിമീങ്ങളെ കൊണ്ട് തറക്കല്ലിടാൻ തീരുമാനിച്ചതുമൊക്കെ. അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരും രാഷ്ട്രീയക്കാരും പ്രധാനമന്ത്രിയും ഒക്കെയാണ് അതിന് വരിക.
അപ്പോൾ ഈ യോഗത്തിൽ വെച്ച് ഈ വാപ്പക്കത്തങ്ങൾ ഒക്കെയുള്ള യോഗത്തിൽ ഒരു ചർച്ചാ വിഷയം വന്നു, കോളേജിന് ആര് തറക്കല്ലിടണം എന്നുള്ളത്. അങ്ങനെ വലിയ വലിയ മഹാന്മാരുണ്ട്, ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരെ പോലെയുള്ള തലയെടുപ്പുള്ള പണ്ഡിതന്മാരുണ്ട്, ശംസുൽ ഉലമയുണ്ട്, കൂട്ടുമൽ ഉസ്താദുണ്ട്, ഇങ്ങനെ മറ്റു പലരും ഉണ്ട്. അപ്പോൾ ബാപ്പക്കിത്തങ്ങൾ ഒരു സമവായത്തിന് വേണ്ടി പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, പ്രായപൂർത്തിയായതിനു ശേഷം സുബഹി നിസ്കാരം ഖളാ ആകാത്ത ആള് തറക്കല്ലിടാൻ. സുബഹി നിസ്കാരം ഖളാ ആകാത്ത ആള് പ്രായപൂർത്തിയായതിനു ശേഷം, അഥവാ ചുരുക്കി പറഞ്ഞാൽ ഒരു 15 വയസ്സിന് ശേഷം സുബഹി നിസ്കാരം ഖളാ ആകാത്ത ആള് തറക്കല്ലിടുകയാണ്. അങ്ങനെ പരിശോധിച്ചപ്പോൾ എല്ലാ ആലിമീങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ഏത് തലയെടുപ്പുള്ള പണ്ഡിതന്മാരാണെങ്കിലും ഒരു പക്ഷേ ഏതെങ്കിലും ഒന്ന് ഖളാ ആയിട്ടുണ്ടോ എന്ന് ചിലർക്ക് സംശയം. അത് തീരെ സംശയമില്ലാത്തവർ ഒന്ന് മഹാനായ ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ റബ്ബുല്ലാഹു മർക്കദ, രണ്ടാമതൊന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹിമാൻ വാഫഖി തങ്ങൾ മഹാനവറുകളുമാണ് ആ കൂട്ടത്തിലുണ്ടായിരുന്നത്. അപ്പം ഞാനിത് പറയുന്നത് അത്രമാത്രം ദീനി ചിട്ട അനുസരിച്ച് ജീവിക്കുന്ന മഹാനായിരുന്നു ബഹുമാനപ്പെട്ട വാഫഖി തങ്ങൾ. ആ വാഫഖി തങ്ങളെ കോഴിക്കോട് കച്ചവടക്കാരനായ ബീവി അബ്ദുൽ കോയ സാഹിബ് മുഖേന മുസ്ലിം ലീഗിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അങ്ങനെ മുസ്ലിം ലീഗിൽ അദ്ദേഹം മെമ്പറായത് മാത്രമല്ല, അന്ന് മലബാർ ഡിസ്ട്രിക്ട് ബോർഡാണ് ആദ്യം. അന്ന് കേരളം വന്നിട്ടില്ല, കേരളം വന്നത് 1987 ശേഷമാണല്ലോ. അതിൻ്റെ മുമ്പ് മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് എന്നായിരുന്നു അതിൻ്റെ പേര്. അതിൻ്റെ പ്രസിഡൻ്റായിട്ടും ബഹുമാനപ്പെട്ട തങ്ങളുണ്ടായിരുന്നു. പിന്നെ അധികം താമസിയാതെ ഈ കേരളം രൂപീകൃതമായി. ഏകദേശം നമ്മൾ ഈ പാലക്കാട് ജില്ല ഇപ്പോൾ അവിടെ നിന്നിങ്ങോട്ട്, പിന്നെ കാസർഗോഡ് ജില്ല അവസാനിക്കുന്ന അവിടം വരെയും, തൃശ്ശൂരിൽ അങ്ങോട്ട് തിരുവനന്തപുരം വരെയും, ഇങ്ങനെ തിരുകൊച്ചിയും മലബാറും കൂടി, അതായത് തൃശ്ശൂരിൽ അങ്ങോട്ടുള്ളത് തിരുകൊച്ചി, പാലക്കാട് നിന്നിങ്ങോട്ട് കാസർഗോഡ് വരെയുള്ള മലബാർ, അങ്ങനെ മലബാറും തിരുകൊച്ചിയും കൂടി കേരള സംസ്ഥാനം എന്ന നിലക്ക് ഇവിടെ സംസ്ഥാനം വന്നു. അപ്പോൾ അതിൻ്റെ പ്രസിഡന്റുമായി. അപ്പോൾ ഈ തങ്ങളെ കണ്ടപ്പോൾ ആളുകൾക്കൊക്കെ വലിയ സന്തോഷം. തങ്ങളൊരു പാർട്ടിയാണെങ്കിൽ അത് തിരക്കിടില്ല എന്ന് തോന്നി ഏതാനും ആളുകൾ വരാൻ തുടങ്ങി. തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ബഹുമാനപ്പെട്ട പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ, അല്ലേ, PMSA പൂക്കോയത്തങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാനായ ശിഹാബ് തങ്ങളുടെ, ഹൈദരലി ശിഹാബ് തങ്ങളുടെയും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ഒക്കെ പിതാവ് PMSA പൂക്കോയത്തങ്ങൾ വാഫഖി തങ്ങളെ കണ്ട് മുസ്ലിം ലീഗിലേക്ക് വന്നു. അപ്പോൾ ഈ ഭാഗത്ത്, അഥവാ ഏറനാട് ഭാഗത്ത്, ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ അന്ന് മുസ്ലിമീങ്ങൾക്ക് കൂടുതൽ ശക്തിയുള്ള കേന്ദ്രമാണ് അന്നും ഇന്നും. ഈ മുസ്ലിമീങ്ങളൊക്കെ രാഷ്ട്രീയ കക്ഷിഭേദമന്യേ, ഒന്നുകൂടി പറഞ്ഞാൽ ഈ ഭാഗത്തുള്ള ജനങ്ങൾ മുഴുവനും ജാതി മതഭേദമന്യേ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട PMSA പൂക്കോയത്തങ്ങൾ. പൂക്കോയത്തങ്ങൾ എങ്ങനെയായിരുന്നു? ആ അംഗീകാരം കൂടി കണക്കിലെടുത്താണ് വാഫഖി തങ്ങൾ പൂക്കോയത്തങ്ങളെ മുസ്ലിം ലീഗിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ വാഫഖി തങ്ങളും പൂക്കോയത്തങ്ങളും വന്നപ്പോൾ മുസ്ലിമീങ്ങളൊക്കെ തങ്ങന്മാർ ഇതിലുണ്ടല്ലോ, അതുകൊണ്ട് തിരക്കിടില്ല എന്ന് മനസ്സിലാക്കി മുസ്ലിമീങ്ങൾ അതിലേക്ക് കൂടാൻ തുടങ്ങി. അങ്ങനെയാണ് ഇങ്ങനെ 50 കഴിഞ്ഞ് 57 കഴിഞ്ഞ് പിന്നെ ഒരു തെരഞ്ഞെടുപ്പിനൊക്കെ നിന്നു. അപ്പോൾ ഒരു 4-5 സീറ്റൊക്കെ ലീഗിന് കിട്ടി. അത് 6 വരെ എത്തി, പിന്നെ 8 വരെ എത്തി, പിന്നെ കമ്മ്യൂണിസ്റ്റുകാരൊപ്പം കൂടിയാണ്ട് 67 14 വരെ എത്തി. ആ 67 മുതൽ ഒന്നിടപെട്ടിട്ടെങ്കിലും ഇതുവരെ ഈ പാർട്ടി അധികാരത്തിലും വന്നിട്ടുണ്ട്. ചിലപ്പോൾ 5 കൊല്ലം പുറത്ത്, പിന്നെ 5 കൊല്ലത്ത്, അങ്ങനെയാണെങ്കിലും ഒരുപാട് കാലമായിട്ട് അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ നേതാക്കന്മാരെ കണ്ടിട്ടാണ് ഇവരൊക്കെ കൂടിയത്. പക്ഷേ ആലിമീങ്ങളാരും പ്രധാനപ്പെട്ടവർ ഒന്നും ഇതിൽ പങ്കെടുത്തിട്ടില്ല. കാരണം മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകൾ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയാകുന്ന AV കുട്ടിമാളു അമ്മ എന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി രാഷ്ട്രീയ പ്രചരണം നടത്തി വയനാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി കൊയിലാണ്ടിയിൽ വെച്ച് കോഴിപ്പുറത്ത് മാധവ മേനോനും KP കേശവ മേനോനും കോൺഗ്രസിന്റെ 2 പ്രമുഖരായ നേതാക്കളാണ്. അവരെ കൂടെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും ഉണ്ട്.
ആ കാറ് ശംസുൽ ഉലമ ഉണ്ട് എന്ന കാരണം കൊണ്ട് അവിടെയുള്ള ലീഗുകാർ തടഞ്ഞു നിർത്തി കാർക്കിച്ച് തുപ്പിയിരുന്നു. പക്ഷേ ഗ്ലാസ് കയറ്റിയത് കൊണ്ട് കാറിൻ്റെ ഉള്ളിലുള്ളവർക്ക് ഇവരുടെ ഈ തുപ്പ് ഏറ്റില്ല എന്ന് മാത്രം. അത്രമാത്രം ഈ സമുദായ രാഷ്ട്രീയ പാർട്ടിയെ നഖശികാന്തം എതിർക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. ശംസുൽ ഉലമ പട്ടിക്കാട് കോളേജിലെ പ്രിൻസിപ്പാളാകുന്നത് പലർക്കും ദഹിച്ചിട്ടില്ലായിരുന്നു അല്ലേ. ഇവിടെയുള്ള മറ്റ് ഈ രാഷ്ട്രീയത്തിനോട് ആഭിമുഖ്യമുള്ള മൗലവിമാരെല്ലാവരും കൂടി കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി സ്വദേശിയും വെല്ലൂർ വാക്കയാത്ത് സ്വാലിഹാത്ത് അറബിക് കോളേജിൽ മുദരിസുമായിരുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ അസ്രത്ത് അവരെയായിരുന്നു ഈ കോളേജിന് പ്രിൻസിപ്പാളായി അവർ തീരുമാനിച്ചിരുന്നത്. അതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, മഹാനായ ശംസുൽ ഉലമ ഒരാളെയും വകവെക്കൂല. അപ്പൊ ഈ മൗലവിമാർക്ക് അതിൽ ഒരു തലവേദനയാവും. രണ്ടാമതൊന്ന്, ശംസുൽ ഉലമ ഈ ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് എതിരുമാണ്. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ് നമുക്ക് ഷെയ്ഖ് ഹസരത്തിനെ ആക്കാമെന്നൊക്കെ ഓല് തീരുമാനിച്ചപ്പോ ഈ കോളേജ് കമ്മിറ്റി തുടങ്ങിയപ്പോ അതിന്റെ സാരഥ്യം സമസ്തന്റെ കീഴിലാണെങ്കിലും ഈ ആലിമീങ്ങളെയും താലിമീങ്ങളെയും ഇൽമിനെയും ഒക്കെ വേണ്ടുവോളം ബഹുമാനിക്കുന്ന മഹാനായ ബാഫഖി തങ്ങൾ അവர்கள் അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എല്ലാവരും കൂടി നിശ്ചയിച്ചു, തീരുമാനിച്ചു. ആ ബാഫഖി തങ്ങളെ ബഹുമാനപ്പെട്ട ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ പരിചയപ്പെട്ട് ബന്ധപ്പെട്ട് അത് മുഖേനയാണ് ബഹുമാനപ്പെട്ടവർ പ്രിൻസിപ്പാളായിട്ട് വരുന്നത്. അതിന് മറ്റുള്ളവരെതിരാണെങ്കിലും ബാഫഖി തങ്ങളുടെ മുന്നിൽ അവർക്ക് ഒന്നും പറയാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു വെറുപ്പ് പലർക്കും അപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഇ.കെ. അബൂബക്കർ മുസ്ലിയാറുണ്ട്. അതെങ്ങനെ 1963 അവിടെ കോളേജിന്റെ പ്രവർത്തനം തുടങ്ങി. 64 ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അവിടെ എത്തി, കോളേജ് തുടങ്ങി. അങ്ങനെ 64 മുതൽ 74 വരെ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ലീഗിൽ ഒരു പിളർപ്പുണ്ടായി. സയ്യിദ് ഉമർ ബാഫഖി തങ്ങളും കുറെ ആളുകളും ഒരു ഭാഗം, ബഹുമാനപ്പെട്ട പാണക്കാട് PMS പൂക്കോയ തങ്ങളും കുറെ ആളുകളും മറുഭാഗം. അഥവാ ബാഫഖി തങ്ങളുടെ മരണത്തിന് ശേഷമായിരുന്നു ഇതുണ്ടായിരുന്നത്. അപ്പോ എന്നും ലീഗിനെ എതിർത്തിരുന്ന ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ലീഗിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞു വന്ന സയ്യിദ് ഉമർ ബാഫഖി തങ്ങളോട് ഒരു ചങ്ങാത്തം സ്ഥാപിച്ചു. കാരണം മറ്റേ ലീഗിനെതിരാണല്ലോ അതിൻ്റെ പേരിൽ. തങ്ങളും ഒരു ലീഗുകാരൻ തന്നെയാണ്, എന്നാലും ഈ പറഞ്ഞ ഔദ്യോഗിക ലീഗിന് ഒരു എതിരാണല്ലോ എന്ന നിലക്ക്. അപ്പോൾ ബാഫഖി തങ്ങളോട്, ഉമർ ബാഫഖി തങ്ങളോടൊക്കെ ഉള്ള ലോക്യം, ആ ലോക്യത്തിൻ്റെ സ്ഥിതിക്ക് മറ്റുള്ളവർക്ക് വെറുപ്പ് ഒന്നും കൂടി. അങ്ങനെയാണ് മഹാനായ ശംസുൽ ഉലമ വിമതനാണ്, ശംസുൽ ഉലമയുടെ കൂടെ ഉണ്ടായിരുന്ന AP ഉസ്താദ് അവർ വിമതനാണ് എന്നൊക്കെ പ്രചരിപ്പിക്കാനുള്ള കാരണം ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഈ സയ്യിദ് ഉമർ ബാഫഖി തങ്ങളോട് കൂടുതൽ അടുപ്പും ബന്ധവും സ്നേഹവും പുലർത്തിയതിൻ്റെ പേരിലാണ്. പക്ഷെ ഈ യാഥാർത്ഥ്യങ്ങളൊന്നും പലർക്കും അറിയില്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ സയ്യിദ് ഉമർ ബാഫഖി തങ്ങളോട് ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ ലീഗ് എന്ന ഈ കക്ഷിയോട് 100% തങ്ങളെതിരാണ്. അപ്പൊ മറ്റുള്ളവരെ എതിർക്കുന്നുണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ട് അവരോട് ഒപ്പം നിന്നു. അങ്ങനെ 76 ബഹുമാനപ്പെട്ട PMS പൂക്കോയ തങ്ങൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് വഫാത്തായി. അപ്പോൾ ബാഫഖി തങ്ങൾ വഫാത്തായതിനു ശേഷം ഈ ബാഫഖി തങ്ങളായിരുന്ന പ്രസിഡന്റ് സ്ഥാനം അത് സയ്യിദ് ഉമർ ബാഫഖി തങ്ങളായിരുന്നു വഹിച്ചിരുന്നത്. ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട PMS പൂക്കോയ തങ്ങൾ അവരുമായിരുന്നു. 1976 ബഹുമാനപ്പെട്ട PMS പൂക്കോയ തങ്ങൾ വഫാത്തായി. അപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനം പിന്നെ അവിടെ ഒഴിവ് വന്നപ്പോൾ അത് ബഹുമാനപ്പെട്ട വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഈ കോളേജിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നു. പിന്നെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ബാഫഖി തങ്ങൾ തന്നെ. 1976 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇന്ത്യ രാജ്യത്ത്. അപ്പോൾ രണ്ട് ലീഗും വളരെ ശക്തമായി പോരാടുന്ന കാലമാണ്. ഒരു തങ്ങളെ മറ്റേ വിഭാഗം കുറ്റം പറയും, മറ്റേ തങ്ങളെ ഈ വിഭാഗം കുറ്റം പറയും. അതായിരുന്നു സ്ഥിതി അല്ലേ. സയ്യിദ് ഉമർ തങ്ങളെ മയ്യത്ത്, മമ്മൂക്കയിലെ നെഞ്ഞത്ത് എന്നൊക്കെ പറഞ്ഞ് യൂണിയൻ ലീഗുകാർ മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തും അല്ലേ.
പാണക്കാട് പറങ്കോട എന്ന് പറഞ്ഞ് വിമത ലീഗ് ഇങ്ങോട്ടും വിളിച്ച് മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തും. അത്രമാത്രം വിരോധത്തിലായിരുന്നു ഈ രണ്ട് പാർട്ടിക്കാരും. എത്രത്തോളം? ഒരാൾ കൂടുന്ന കല്യാണത്തിന് അവിടെ ഒരു തങ്ങൾ കൂടുന്ന കല്യാണത്തിന് മറ്റേ തങ്ങൾ പോകൂല, മറ്റേ തങ്ങൾ കൂടുന്ന കല്യാണത്തിന് ഈ തങ്ങൾ പോകൂല. അങ്ങനെ വളരെ കൂടുതൽ അവർ അകന്ന് ജീവിക്കുന്ന ഒരു സന്ദർഭം. ആ സന്ദർഭത്തിലാണല്ലോ ഒരിക്കൽ ഇ കെ അബൂബക്കർ മുസ്ലിയാർ മർക്കസ് സഖാവത്ത് സുന്നയുടെ പ്രഥമ വാർഷിക സമ്മേളനം ലീഗ് പിളർന്ന് 1982 നടന്ന വാർഷിക സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാർ ആ സമ്മേളനത്തിൽ പ്രഖ്യാപനം നടത്തി. സമുദായത്തിന്റെ പേരുള്ള പാർട്ടി ഇങ്ങനെ ഭിന്നിച്ച് പരസ്പരം ഇങ്ങനെ പോരടിച്ച് തെറി വിളിച്ച് നടക്കുകയാണെങ്കിൽ സമുദായം നിങ്ങളെ പാഠം പഠിപ്പിക്കുമെന്ന്. അപ്പൊ അതും അവർ വ്യാഖ്യാനിച്ച് ഇ കെ അബൂബക്കർ മുസ്ലിയാർ വിമതന്മാർക്ക് വേണ്ടി പറയാനെന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ അവർ തള്ളിക്കളഞ്ഞു. കാരണം അന്ന് ഒന്നും ഇന്നത്തതുപോലെ ഇപ്പൊ എ പി ഉസ്താദൊക്കെ പറഞ്ഞാലുള്ള ആ ഒരു അംഗീകാരം അന്ന് ഇങ്ങോട്ട് ആയി കിട്ടണേ ഉള്ളൂ. കാരണം പ്രവർത്തിച്ചു വരുന്നേ ഉള്ളൂ. ഈ രാഷ്ട്രീയക്കാരുടെയും ഈ തൻ പ്രമാണിത്വം കാട്ടുന്ന ഈ പ്രമാണിമാരുടെയും കീഴിലാണ് അന്ന് ആലിമീങ്ങളുള്ളത്. ഇന്ന് ആലിമീങ്ങൾ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടും എ പി ഉസ്താദുകളുടെ പ്രവർത്തനം കൊണ്ടും ഒരുപാട് സ്ഥലത്ത് നട്ടെല്ല് നിവർത്തി നിൽക്കാൻ മാത്രം പ്രാപ്തിയും തന്റേടവുമുള്ളവരായി ആലിമീങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞെങ്കിലും മരരോധനമായി അങ്ങനെ പോയി. അപ്പൊ ഞാനീ പറഞ്ഞത് അത്രമാത്രം വിരോധം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഈ യൂണിയൻ ലീഗുകാരുടെ സമ്മർദ്ദം കാരണം വിമത ലീഗുകാരുടെ പ്രമുഖരായിരിക്കുന്ന 4-5 ആളുകളെ അവർ ജയിലിലടച്ചു. അവർ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം നടത്തുന്നു എന്നൊക്കെ ഇവർ പറഞ്ഞു കൊടുത്തങ്ങാണ്ട്. ആര്? സി എച്ച് മുഹമ്മദ് സാഹിബ് അടക്കമുള്ള യൂണിയൻ ലീഗിന്റെ നേതാക്കൾ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരനെ സ്വാധീനിച്ചുകൊണ്ട് ഈ നേതാക്കളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടച്ചു. ആരൊക്കെ? ഒന്ന് സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ, മറ്റൊന്ന് സി കെ പി ചെറിയ സാഹിബ്, മറ്റൊന്ന് നമ്മളെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്ന പ്രമുഖ ഒരു ലീഗ് നേതാവും നല്ല സുന്നിയുമായിരുന്ന വി പി മഹ്മൂദ് ഹാജി സാഹിബ്, പിന്നെ ഒരു വഹാബി നേതാവും തിരുവങ്ങാടിക്കാരനുമായിരുന്ന മുഹിയുദ്ദീൻ മാലി നബീസുമാലിയൊക്കെ അച്ചടിക്കുകയും ചെയ്യും, അത് ചെറുക്കാണെന്നൊരു പറയുകയും ചെയ്യും, അത് വിറ്റ് കാശ് പോലെ എടുത്ത് തിന്നുകയും ചെയ്യും. അങ്ങനത്തെ ആ സി എച്ച് മുഹമ്മദ് ആൻഡ് സൺസ് എന്നൊക്കെ പറഞ്ഞ ഒരു പ്രസിഡന്റ് ആയിരുന്നത് അന്ന്. അതിന്റെ ഉടമസ്ഥനും കൂടിയായ സി എച്ച് ഇബ്രാഹിം ഹാജി, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇവർ പിടിച്ച് ജയിലിൽ അടച്ചു. ഈ തക്കം നോക്കി ജാമിഅ നൂരിയയുടെ പ്രസിഡന്റായിരുന്ന സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളെ തലസ്ഥാനത്ത് നിന്ന് നീക്കി 1977. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് 1976 ജൂൺ മാസത്തിലാണ്. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ 1977 ഈ 77ന്റെ മുമ്പ് ഇവരെയൊക്കെ അവർ പിടിച്ച് ജയിലിലാക്കിയിരുന്നു. ആ ജയിലിലാണ് ജയിലിലുള്ള തങ്ങൾ ഇവിടെ ഒപ്പിടാനുണ്ടാവില്ല, യോഗത്തിനുണ്ടാവില്ല, ഓരെപ്പോഴാണ് വരിക എന്ന് പറയാൻ കഴിയൂല എന്നൊക്കെ പറഞ്ഞ് സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളെ പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. എന്നിട്ട് അതിന് പകരം ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ അതിന് പ്രസിഡന്റാക്കി. അപ്പൊ ഈ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒരു രാഷ്ട്രീയമായി പക്വത നേടിയ ആളായിരുന്നില്ല. പൂക്കോയത്തങ്ങളുടെ മകനാണ് എന്നൊരു ബഹുമാനമുണ്ട്. ബഹുമാനപ്പെട്ടവർ ഇവിടുന്ന് കുറച്ച് പഠിച്ച് പിന്നെ ഈജിപ്തിലുള്ള അല്ലദർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. തങ്ങൾ മരണപ്പെടുന്നതിൻ്റെ വഫാത്താകുന്നതിൻ്റെ കുറഞ്ഞ കാലം മുമ്പാണ് ബഹുമാനപ്പെട്ടവർ നാട്ടിലെത്തിയത്. അപ്പൊ ആ കുടുംബമായിട്ട് ഇങ്ങനെ അവിടെ കൂടും എന്നല്ലാതെ രാഷ്ട്രീയമായ ഇടപെടലുകളോ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള നിർദ്ദേശം കൊടുക്കലോ ഒന്നും തങ്ങൾ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ അവരെ നിയന്ത്രിക്കുന്ന ഒരാൾ പാണക്കാട് അഹമ്മദ് ഹാജി എന്ന് പറഞ്ഞിട്ട് പൂക്കോയത്തങ്ങൾ തന്നെ ഉള്ള കാലത്തുള്ള ഒരു പ്രായമുള്ളൊരു ഹാജിയാരുണ്ടായിരുന്നു. അവരായിരുന്നു ഇവരൊക്കെ നിയന്ത്രിച്ചിരുന്നത്. ഈ പാണക്കാട് അഹമ്മദ് ഹാജിയെ സി എച്ച് മുഹമ്മദ് സാഹിബ്, സീതി ഹാജി പോലെയുള്ളവർ സ്വാധീനിച്ച് അവരുടെ നിർദ്ദേശം അനുസരിച്ച് അഹമ്മദ് ഹാജി മുഖേന പാണക്കാട് ശിഹാബ് തങ്ങളെ നിയന്ത്രിക്കുന്നവർ ഇവരായി. അവരുടെ ആ നിയന്ത്രണത്തിന്റെ പേരിലാണ് ഉപദേശപ്രകാരം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ പട്ടിക്കാട് കോളേജിൽ നിന്ന് അവർക്ക് പുറത്താക്കണം. അതാണ് അവരുടെ ലക്ഷ്യം. ഇപ്പൊ നമ്മൾ അഡ്മിനർ ഇത് ചോദിച്ചത് കൊണ്ട് ഞാനത് അല്പം വിശദമായി അങ്ങോട്ട് പറഞ്ഞതാണ്. അപ്പോൾ പുറത്താക്കാൻ വേണ്ടി നോക്കുമ്പോൾ
ഇവർക്കൊട്ട് കഴിയുന്നുമില്ല. അതിനവർ യോഗം കൂടി ഒരു തീരുമാനമെടുത്തു. എന്താ തീരുമാനമെടുത്തത്? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ വ്യാഴാഴ്ച നാട്ടിലേക്ക് പോയാൽ ഞായറാഴ്ചയായിരുന്നു കോളേജിലെത്തൽ. ഞായറാഴ്ച രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് ബഹുമാനപ്പെട്ടവർ കോളേജിലെത്തും. അന്നൊക്കെ ബസ്സിനാണ് യാത്ര. എന്നാലും കോഴിക്കോട്ട് നിന്ന് അവർ യാത്ര പുറപ്പെട്ട് 10 മണിയാകുമ്പോഴേക്ക്, അഥവാ ഞായറാഴ്ച രാവിലത്തെ ഈ നാസ്തയാക്കൽ 10 മണിക്കുള്ള ചായ കുടിക്കൽ ബഹുമാനപ്പെട്ടവർ കോളേജിൽ വന്നിട്ടാണ്. അത്ര നേരത്തെ എത്തും. ഇവരത് പാസ്സാക്കി യോഗത്തിൽ ആ ശംസുൽ ഉലമ പ്രിൻസിപ്പാളാണെങ്കിലും അത് ശനിയാഴ്ച തന്നെ എത്തണം. എന്താ ഇത് സ്വീകരിക്കില്ല എന്ന് അവർക്കറിയാം. എന്നിട്ട് ആ പേര് പറഞ്ഞ് പുറത്താക്കണം. അതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമതൊരു തീരുമാനം, അവിടെയുള്ള ശംസുൽ ഉലമ അല്ലാത്ത പ്രിൻസിപ്പാൾ അല്ലാത്ത ഉസ്താദുമാരായിരുന്നു. അന്ന് KK അബൂബക്കർ ഹസ്രത്തുണ്ട്, കോട്ടുമൽ ഉസ്താദുണ്ട്, ഇങ്ങനെയുള്ള ഉസ്താദുമാരൊക്കെ ഉണ്ട്. അവരായിരുന്നു കുട്ടികളുടെ പോക്കും വരവും ഒക്കെ നിയന്ത്രിച്ചിരുന്നത്. കുട്ടികൾ സമ്മതം ചോദിച്ചു പോകാൻ അവരെത്തി ചെല്ലും. അപ്പോൾ അവരുടെ ടോക്കൺ താത്തി വെക്കും. എന്നിട്ട് ആ പറഞ്ഞ സമയത്ത് അവർ എത്തണം. എങ്കിലേ അവർക്ക് ഭക്ഷണത്തിലുള്ള ടോക്കൺ മുകളിൽ കയറ്റി വെക്കുകയുള്ളൂ. ആ ഉത്തരവാദിത്വമൊക്കെ മറ്റു ഉസ്താദുമാർ ഒരു പോയി വെക്കുക എന്നല്ല, അവരവിടുത്തെ പ്യൂണിനോട് പറയും, ഇന്ന ആളിത്ര നമ്പർ ടോക്കൺ താത്തി വെച്ചോ മറ്റോ പൊന്തിച്ചു വെച്ചോ എന്നൊക്കെ. ആ കാര്യം ഇനി പ്രിൻസിപ്പാൾ ചെയ്യണം, കുട്ടികളെ നിയന്ത്രണം. രണ്ടാമത്തൊരു തീരുമാനം. മൂന്നാമതൊരു തീരുമാനം, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്ക് ശമ്പളം റൂമിൽ കൊണ്ടുപോയി കൊടുക്കലായിരുന്നു. അതിൻ്റെ ആ പ്യൂണ് അല്ലെങ്കിൽ ക്ലർക്ക് ഒരു വൗച്ചറുമായി റൂമിലേക്ക് ചെല്ലും, പൈസ കൊടുക്കും, അവിടുന്ന് ഒപ്പിടിക്കും. എന്നിട്ട് ആ വൗച്ചറോടെ കൊടുത്ത് ഫയലിൽ വെക്കും. അത് ഇവർ തീരുമാനിച്ചു. എല്ലാ ഉദ്യോഗസ്ഥന്മാരും ആലിമീങ്ങൾ എന്നുള്ള പദവികൾ മാറ്റിവെച്ചിട്ട് ഉദ്യോഗസ്ഥൻ എന്നുള്ള പദവി കൊടുത്തു. എന്നിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരെന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും ഓഫീസിൽ വന്ന് ശമ്പളം വാങ്ങണം. അല്ലേ? ശംസുൽ ഉലമൻ്റെ പേരക്കുട്ടിൻ്റെ അത്ര പ്രായമില്ലാത്ത ആളാണ് അവിടെ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ക്ലർക്ക്. തനി ജാഹിലുമാണ്. അവിടെയാണ് ഈ എൽമിൻ്റെ ബഹറാകുന്ന ശംസുൽ ഉലമ വന്ന് ശമ്പളം വാങ്ങേണ്ടത്. അല്ലേ? ഈ തീരുമാനങ്ങളൊക്കെ ഓലെടുത്തു. അപ്പോൾ ഈ തീരുമാനം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ സാധുവായ ഞാനാണ് അറിയിച്ചത്. കാരണം പട്ടിക്കാട് കോളേജുമായൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അതിലൊരു മെമ്പറായി അന്ന് അവർ എന്നെയും തിരഞ്ഞെടുത്തിരുന്നു. കോളേജ് യോഗത്തിനൊക്കെ നമ്മൾ പോകും. അങ്ങനെ ഈ യോഗത്തിന് നമ്മളിൻ്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഞാൻ ശൈഖുനാനോട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയാണോ എന്ന് വെച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുനായോട് അടുത്ത യോഗത്തിന് ഈ തീരുമാനം പറയാനാണ് അവരുടെ തീരുമാനം. അതിൻ്റെ മുമ്പ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അവர்கள் ബഹുമാനപ്പെട്ടവരുടെ കുറേ കിതാബുകൾ അവിടെയുണ്ട്, അത് മറ്റ് സാധനങ്ങൾ ഇതൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ അവരെ സാധാരണ ഉറങ്ങാൻ കിടക്കുമ്പോൾ മാറ്റുന്നൊരു കള്ളിത്തുണിയും ഒരു തോർത്തുമുണ്ടും തൻ്റെ ഒരു പ്രധാനപ്പെട്ട യമനിൽ നിന്നും വന്ന അവരുടെ പിതാമഹന്മാർ നൽകിയ ഒരു സ്വലാത്തിൻ്റെ കിതാബുമുണ്ട്. അതൊക്കെ അടങ്ങുന്ന ചെറിയൊരു ബാഗ്, അത് മാത്രം ഇവിടെ വെച്ച് ബാക്കിയൊക്കെ നാട്ടിലേക്ക് എത്തിച്ച്. അപ്പോൾ ഇന്ന തീയതിയാണ് യോഗം എന്നൊക്കെ അറിയാലോ. ആ യോഗത്തിൻ്റെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ വന്നതിൻ്റെ പിറ്റേന്നാണ് യോഗം. ഞായറാഴ്ച വന്ന് തിങ്കളാഴ്ച അല്ല ബുധനാഴ്ച യോഗം. അങ്ങനെ ആ യോഗത്തിന് എല്ലാവരും കൂടി. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളുണ്ട്, അതുപോലെ മറ്റ് നേതാക്കളുടെ മുസ്തഫ പൂക്കോയ തങ്ങൾ, ഇങ്ങനെയുള്ള പിന്നെ മൂലയന്മാർ ബാക്കിയുള്ളവർ കമ്മിറ്റിക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ യോഗത്തിൽ വെച്ചവർ ഒന്നും കൂടി ആലോചിച്ചിട്ട് ശംസുൽ ഉലമയെ വിളിക്കാൻ എന്നെ പറഞ്ഞയച്ചു ഈ വിവരം പറയാൻ വേണ്ടി. അപ്പോൾ ശംസുൽ ഉലമ ഒക്കെ റെഡിയാക്കി വെച്ച് വാതിൽ തുറന്ന് ഇങ്ങനെ കാത്തിരിക്കുക വിളിക്കുന്നത്. യോഗത്തിലേക്ക് വന്നപ്പോൾ പിന്നെ എല്ലാവരും എണീച്ച് നിന്ന് ഇരുന്ന് ബഹുമാനിച്ച്. ശംസുൽ ഉലമ അവിടെ വന്നാൽ പിന്നെ ഒരുവിധ ആളുകൾക്കൊക്കെ ഉള്ള ധൈര്യം ഓട്ടോമാറ്റിക് ചോർന്നു പോകും. അത് ശംസുൽ ഉലമയുടെ ഒരു പ്രത്യേകതയാണ്. അതൊന്ന് ഗൗരവത്തോടു കൂടി എല്ലാവരും ഒന്ന് നോക്കിയാലോ ഒരാളെ നാവും പൊന്തുമില്ല. അപ്പോൾ അവിടെ വന്നിരുന്ന് ഒരു മിനിറ്റ് ആരും മിണ്ടുന്നില്ല. ശംസുൽ ഉലമയുടെ ഒരു മൂളലുണ്ട്. ആ മൂളൽ തന്നെ ഒരു സിംഹത്തിൻ്റെ മൂളലാണ്. ഒന്നുകൂടി ഒരു ഞെട്ടി. എന്താണ് വിളിപ്പിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പ്രസിഡന്റിനും സെക്രട്ടറിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഖജാൻജിയുണ്ട്, നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അമ്മോശൻ, ഭാര്യാപിതാവ് കക്കോടൻ മൂസ ഹാജി, വലിയ പ്രമാണിയാണ്, വലിയ പണക്കാരനാണ്. 1000 ഏക്കർ
മിച്ചഭൂമി ഉണ്ടായിരുന്ന ആളാ ഈ ഭൂപരിഷ്കരണ ഭേദഗതി നിയമം വരുന്ന സമയത്ത്. ഓരോരോ മക്കൾക്കും ബാക്കിയുള്ളവർക്കും കുടുംബക്കാർക്കും വിരാമിയും ഒക്കെ എഴുതി വെച്ചിട്ട് പിന്നെയും 1000 ഏക്കർ മിച്ചഭൂമി ഗവൺമെന്റിന് കൊടുത്ത് അത്ര വലിയ പണക്കാരനാണ്. മോശമുള്ള ആളൊന്നുമല്ല അല്ലേ. ഈ മരോ കുഞ്ഞാലിക്കുട്ടിയും പണ്ടൊക്കെ തന്നെയാണ്. പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടിയാണ്, അതാണ് PK കുഞ്ഞാലിക്കുട്ടി. വലിയ പണക്കാരാണ് അവിടെ ഉള്ളത്, ഊരകത്തുള്ള വലിയ പണക്കാരാണത്. ആ മൂസ ഹാജി, കക്കോടം മൂസ ഹാജി ഒന്നിങ്ങനെ മെല്ലെ പറയാൻ തുടങ്ങി. എന്താ പറയണത്? കമ്മിറ്റിൻ്റെ ചില തീരുമാനങ്ങൾ ഉണ്ട്, അതൊന്ന് അറിയിക്കാൻ എന്ന് പറഞ്ഞപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അങ്ങോട്ട് എഴുന്നേറ്റു. മൂസ ഹാജി ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് വളരെ ഗൗരവത്തിൽ പറയാനില്ല. മൂസ ഹാജി ഒരു കാര്യം മനസ്സിലാക്കണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്ത് നിങ്ങൾക്കുള്ളതൊക്കെ എനിക്കുമുണ്ട്, നിങ്ങൾക്കില്ലാത്തതും എനിക്കുണ്ട്. TC ആ വേഗം എടുക്കുകയാണ് ആ മൂന്നാമത്തെ വാക്ക്. മനസ്സിലാക്കണം നിങ്ങൾ. ഒരു വലിയ മുതലാളിയുടെ മുഖത്ത് നോക്കി പറയാം, നിങ്ങൾക്കുള്ളത് എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ മൂസാജി വലിയൊരു പണക്കാരനാണ്. അത്ര അല്ലെങ്കിലും അത്യാവശ്യം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്കുണ്ട്. പിന്നെ ഇല്ലാത്തതുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഈ നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു പണ്ഡിതൻ തന്നെയാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും. അഹമ്മദ് വൈസാലിയത്തെ പോലെ, മഹാനായ OK ഉസ്താദിനെ പോലെ, കണ്ണിയത്ത് ഉസ്താദിനെ പോലെ ഇതൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരായിരുന്നില്ലേ. ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരെ പോലെ. ചെറിയ ഏറ്റ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങളെ അപേക്ഷിച്ച് വലിയ തലയെടുപ്പുള്ള പണ്ഡിതനായിരുന്നു. അതാ പറഞ്ഞത് നിങ്ങൾക്കില്ലാത്തതും എനിക്കുണ്ട്. അതും പറഞ്ഞ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ആ യോഗ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. അഥവാ ഓലെയൊന്നും പറയാൻ സമ്മതിച്ചില്ല. ബേഗെടുക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടിപ്പോയി. ഇന്നത്തതുപോലെയൊന്നുമല്ല. 977 എന്ന് പറഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു 40 വയസ്സ് കുറവാണ്. 40-അല്ല, ഇന്നിപ്പോൾ എനിക്ക് 69-70 വയസ്സാവുന്നുള്ളൂ. അപ്പം അതിൻ്റെ പകുതി വയസ്സേ ആണെന്നുള്ളൂ. ഓടാൻ തന്നെ കഴിയും. ഓടിപ്പോയി വേഗെടുത്ത് കോളേജിൻ്റെ ഗേറ്റ് കിടക്കുമ്പോഴേക്കും ആ മാസത്തെ ശമ്പളവുമായി ക്ലർക്ക് വന്നു. എന്താണിതെന്ന് ചോദിച്ചു. അപ്പോൾ വൗച്ചർ വാങ്ങി ചുരുട്ടി മടക്കി വലിച്ചങ്ങോട്ട് എറിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കിട്ടിയ ബസ്സിൽ പെരുന്നാൾമാർക്കാണ് കയറി. കിട്ടിയ ബസ്സിന് അവിടെ കാത്തിരുന്നാൽ അല്ലാതെ പോണ ബസ്സൊക്കെ കിട്ടും, അവിടെ നിന്നാണ് പോവുക എന്നുള്ള നിരക്ക്. അങ്ങനെ പെരുന്തൽമണ്ണ ചെന്ന് പിന്നെ കോഴിക്കോട്ടേക്കുള്ള ബസ്സിന് പോയി വീട്ടിലേക്ക് ചെന്നു. 6 മുത്തഅല്ലിമീങ്ങളും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ കൂടെ അന്ന് കോളേജിൽ നിന്നും ഇറങ്ങിപ്പോന്നു അല്ലേ. 6 മുത്തഅല്ലിമീങ്ങളും ശംസുൽ ഉലമയുടെ കൂടെയല്ല, ശംസുൽ ഉലമ പോന്നു എന്ന് പറഞ്ഞപ്പോൾ അവരും വൈകുന്നേരം ആയപ്പോൾ 6 ആളുകൾ. പിന്നെ എവിടേക്കാണ് ശംസുൽ ഉലമ പോയത്? അതൊന്ന് പറയാം. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പട്ടിക്കാട് കോളേജിൽ നിന്ന് ഒഴിവായി എന്നും വീട്ടിൽ വിശ്രമിക്കുകയാണെന്നും അന്നത്തെ കണ്ണൂർ ജില്ലയും ഇന്നത്തെ കാസർഗോഡ് ജില്ലയുമായ ഇതിൽ ഉൾപ്പെടുന്ന പൂച്ചക്കാട് എന്ന മഹല്ല് നിവാസികൾ അറിഞ്ഞു. അവർ ഒന്നടങ്കം ബഹുമാനപ്പെട്ട MA ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ശംസുൽ ഉലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് ആ പള്ളിയിൽ ദർസ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിൻ്റെ ഇടക്കാലത്ത് വെച്ചായിരുന്നു, റബീഉൽ ആഖിറിലായിരുന്നു ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പട്ടിക്കാട് കോളേജിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. ആ റബീഉൽ ആഖിർ, ജമാഅത്തുൽ അവ്വൽ, ജമാഅത്തുൽ ആഖിർ, റജബ്, പിന്നെ ശഅബാനിൽ ഒരു 10 ദിവസം, അങ്ങനെ 4 മാസവും 10-12 ദിവസമാണ് ബഹുമാനപ്പെട്ടവർ അവിടെ ജോലി ചെയ്തത്. അവരവിടെ കൊണ്ടുപോയി അവിടെ ഈ പട്ടിക്കാട് കോളേജിൽ നിന്ന് ഇറങ്ങി വന്ന 6 മുത്തഅല്ലിമീങ്ങളും പിന്നെ അവിടെ ഉണ്ടായിരുന്ന മുത്തഅല്ലിമീങ്ങളും ശംസുൽ ഉലമ അവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ എത്തിയ മുത്തഅല്ലിമീങ്ങളും അടക്കം 10, 60, 70-ലധികം മുത്തഅല്ലിമീങ്ങൾ അവിടെ ദർസിലുണ്ടായിരുന്നു. അങ്ങനെ ദർസ് നിർത്താൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പാളായി ഒരുപാട് കാലം 10-14-15 വർഷം സേവനമനുഷ്ഠിച്ച ഒരു പണ്ഡിത കേസരി ഇനി ഒരു ദർസിൽ ഒരു മുദരിസാവുക എന്നത് ശരിയല്ലെന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ അന്നും ഇന്നും വളരെ കൂടുതൽ ആദരവോടെയും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും കൂടി കാണുന്ന എന്നെപ്പോലെയുള്ള പ്രവർത്തകന്മാർ
ഞങ്ങൾ കൂടിയിരുന്ന് ആലോചിക്കുകയും ബഹുമാനപ്പെട്ട ചെറൂര് ടി അബ്ദുള്ള കുട്ടി ഫൈസ് ബഹുമാനപ്പെട്ടവർ വഫാത്തായി മക്കയിൽ വെച്ച് അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള ഞങ്ങളുടെ സമകാലീനന്മാരായിരിക്കുന്ന പട്ടിക്കാട് കോളേജ് ഞങ്ങളൊന്നായിട്ടുണ്ടായിരുന്ന കുറേ ആളുകൾ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടി നമുക്കൊരു മാർഗം കാണണം. 1977 മർക്കസ് സഖാഫത്ത് സുന്നിയെ കുറിച്ച് ആലോചിച്ചിട്ടും കൂടിയില്ലാന്ന് എഫ് ഉസ്താദ് ഇങ്ങനെ മനസ്സിലിങ്ങനെ താലോലിച്ച് കിടക്കുന്നുണ്ട്, നമുക്കൊരു സ്ഥാപനം തുടങ്ങണം എന്നൊക്കെ മനസ്സിലുണ്ട് എന്നല്ലാതെ അതിൻ്റെ ഒരു പ്രവർത്തനവും തുടങ്ങിയിട്ടില്ല, ആരോടും ആലോചിച്ചിട്ടുമില്ല. മറ്റൊരു കോളേജ് ഇവിടെ ഇല്ലതാണ്. അപ്പോഴാണ് നന്ദി ദാറുസ്സലാം അറബിക് കോളേജ്. അത് നന്ദിയിൽ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരാൾ പ്രൈവറ്റായിട്ട് നടത്തിയിരുന്നൊരു കോളേജാണ്. അഥവാ നന്ദിയിലെ പള്ളിയിൽ അവിടെ മുദരിസും ഖത്തീമും ഒക്കെ ആയി വന്നവർ പിന്നെ ഒരു ചികിത്സ ഒക്കെ തുടങ്ങി ആളുകളൊക്കെ കൂടുതൽ ബന്ധപ്പെടാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ദർസ് നടത്താൻ സമയമില്ലാതെയായി, ചികിത്സക്ക് മാത്രമായി സമയം. അപ്പോഴും മറ്റുള്ളവരെ ദർസ് നടത്താൻ തുടങ്ങിയവർ തനിക്ക് കിട്ടുന്ന ഈ കാശ് ചികിത്സക്ക് ഒരുപാട് വലിയ വലിയ മുതലാളിമാരും സാധാരണക്കാരും ഒക്കെ ചെല്ലുന്നവരൊക്കെ കൊടുക്കുന്ന കാശ് ആളധികം വന്നപ്പോൾ ടോക്കൺ സമ്പ്രദായം വെച്ചിട്ട് വരെ അവിടെ ആളുകളുണ്ടായിരുന്നു. ആ കാശ് ഒരു ദീനീ പ്രചരണത്തിന് ഉപയോഗിക്കാം എന്ന നിലക്ക് ബഹുമാനപ്പെട്ടവർ ആ പള്ളിയുടെ അടുത്ത് നന്ദി കോളേജിൻ്റെ പള്ളിയുടെ വളപ്പിൽ തന്നെ ഒരു ചെറിയ ബിൽഡിംഗ് എടുത്തു. ആ ബിൽഡിങ്ങിലാണ് 1977 നന്ദി ദാറുസ്സലാം അറബിക് കോളേജ് തുടങ്ങുന്നത്. അതിൻ്റെ പ്രിൻസിപ്പളായി അന്ന് ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദിനെ നിശ്ചയിച്ചു. കോട്ടുമല ഉസ്താദ് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ പട്ടിക്കാട് പോകുന്നതിന് ശേഷം പട്ടിക്കാട് കോളേജിൻ്റെ പ്രിൻസിപ്പാളുമാണ്. അപ്പോൾ 2 ദിവസം ഇവിടെ, 3 ദിവസം പട്ടിക്കാട്, പിന്നെ 2 ദിവസം നാട്ടിലേക്ക് പോണതും അല്ലേ. ശനി ഞായർ തിങ്കൾ ഈ ദിവസങ്ങളിലൊക്കെ പട്ടിക്കാട്, ചൊവ്വ ബുധൻ ആ ദിവസങ്ങളിൽ നന്ദിയിലും, വ്യാഴവും വെള്ളിയും നാട്ടിലും. ഇങ്ങനെയായിരുന്നു അവരുടെ നിലപാട്. അങ്ങനെ ആ കോളേജിൽ തുടങ്ങി ഏകദേശം ഒരു 100 മുത്തഅല്ലിമീങ്ങളുണ്ടായിരുന്നു. വേറെയും 2 മുദരിസന്മാർ വേറെയുണ്ട്. ഈ നന്ദിയിൽ മുസ്ലിയാരുമായി നേരത്തെ ഒരടുപ്പമുള്ള ആളായിരുന്നു സാധുവായ ഞാൻ. അപ്പോൾ നമ്മൾ ഈ ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് നന്ദിയിലെ കോളേജുമായി മൊലിയാരുമായി ഒന്ന് ബന്ധപ്പെട്ട് ശൈഖുനാൻ അങ്ങോട്ട് കൊണ്ടുപോവുക, എന്നിട്ട് നമുക്ക് ആ കോളേജ് പേരുണ്ടല്ലോ ദാറുസ്സലാം അറബിക് കോളേജ് എന്നുള്ള അതിൻ്റെ പേര്, അപ്പോൾ കോളേജിലെത്തിയാലോ എന്നാലും. അപ്പോൾ അത് നടക്കുമെന്ന് ചോദിച്ചു. കോളേജ് കമ്മിറ്റിക്കാരൊക്കെ രാഷ്ട്രീയക്കാരാ, ഒക്കെ ലീഗുകാരാണ്. അത് സമ്മതിക്കുമോ എന്നൊരു സംശയം. അതിന് ചില തന്ത്രങ്ങളും മാർഗങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നന്ദിയിൽ മുസ്ലിയാരുമായി ഞാൻ ബന്ധപ്പെട്ടു. എന്നിട്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. ശംസുൽ ഉലമ ഈ കോളേജിൽ വന്നാൽ നമ്മുടെ കോളേജ് എല്ലാവരും അറിയപ്പെടുന്ന കോളേജാക്കി മാറ്റാം. അങ്ങനെ മുസ്ലിയാരുടെ അടുത്ത് അതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അല്ലെൻ്റെ പൊന്നാറ് TC ആയിരുന്നു ഇവര് സമ്മതിക്കുമോ എന്നുള്ളതാണ്. അവരിങ്ങനെ രാഷ്ട്രീയക്കാരനാണ്, പിന്നെ ലീഗിനെതിരാണെന്നൊക്കെ വലിയ പ്രചരണം ഉണ്ടല്ലോ. കാരണം ചന്ദ്രകയിലും മറ്റുമൊക്കെ അതിരൂക്ഷമായിട്ടപ്പെട്ട ശംസുൽ ഉലമയെ എതിർത്തുകൊണ്ട് അന്ന് ലേഖനങ്ങളും അതുപോലെ റിപ്പോർട്ടുകളൊക്കെ വരുന്ന കാലമാണ് അല്ലേ. പണ്ഡിത സൂര്യൻ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയായിരുന്നു ചന്ദ്രികയാണെന്ന്. അങ്ങനെ ഒരുപാടുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു അതിലൊക്കെ നമുക്ക് മാർഗമുണ്ട്, നിങ്ങൾ സമ്മതിച്ചാൽ മതിയെന്ന്. എനിക്ക് ആഗ്രഹം അത് തന്നെയാണ് എന്നാണ്. അന്ന് ഞാൻ വേറെ ചില വഴിയെടുക്കാണ്ടെന്ന് പറഞ്ഞു ഞാൻ. എന്നിട്ട് ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദിനെ ഞാൻ സമീപിച്ചു. കോട്ടുമൽ ഉസ്താദുമായിട്ട് എനിക്ക് ബന്ധം പട്ടിക്കാട് കോളേജിലുള്ള 2 വർഷത്തെ ബന്ധം മാത്രമേ ഉള്ളൂ. പക്ഷേ 2 വർഷം കൊണ്ട് ഒരു 20 വർഷത്തെ ബന്ധം ഞാൻ സ്ഥാപിച്ചു, ഖിദ്മത്ത് ചെയ്തിട്ടും അതുപോലെ മറ്റു കാര്യങ്ങളിലുമൊക്കെ. അതുകൊണ്ട് വലിയ ഇഷ്ടം മഹാനവർക്കുണ്ടായിരുന്നു. അവരൊക്കെ ഒരു പൊരുത്തവും ഒക്കെയാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഈ റാഹത്തും ബർക്കത്തും ഒക്കെ ചെയ്തതും ഒരു പൊതുപ്രവർത്തകനായി അള്ളാഹു എന്നെ നിശ്ചയിച്ചതും. കോട്ടുമൽ ഉസ്താദ് വീട്ടിൽ പോകുന്ന ദിവസം നോക്കി ഞാൻ അങ്ങോട്ട് ചെന്ന്, എന്നിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞ് അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ദ്വാരക്കാൻ പറഞ്ഞ് എന്തേ ഇപ്പോൾ പ്രത്യേകമായിട്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു സംശയമുണ്ട്. പട്ടിക്കാട് കോളേജ് സമസ്തൻ്റെ കീഴിലുള്ള കോളേജാണ്. ശൈഖുനയാണെങ്കിൽ അവിടുന്ന് പോരും ചെയ്തിട്ടുണ്ട്. ശൈഖുനക്കാരോടെങ്കിലും പക ഉണ്ടെങ്കിൽ അത് മൂർഖമ്പാമ്പിൻ്റെ പകയാണെന്ന് ഞാൻ പറയണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് ശരിയാണ്, എന്തേപ്പോന്ന് ചോദിച്ചു. എന്തേന്ന് ചോദിച്ചു. കാരണം അവരൊക്കെ ഇങ്ങനെ വെറും
നേരെ എന്ന നിലക്ക് മാത്രം ജീവിച്ചിരുന്ന മഹാന്മാരായിരുന്നു. മുഷാവറയിലൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ പട്ടിക്കാട് കോളേജിൽ പ്രിൻസിപ്പാളായവർ മറ്റു കോളേജിലും പ്രിൻസിപ്പാളായിക്കൊണ്ട് ഇരട്ട ശമ്പളം വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ സ്ഥാനത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ പട്ടിക്കാട് കോളേജ് അറിയപ്പെട്ട കോളേജാണ്, മറ്റേ നന്ദിയിലെ മൂല്യാർ നടത്തുന്ന ഒരു പ്രൈവറ്റ് കോളേജ് എന്നേ അതിനുള്ളൂ എന്നാണ്. അല്ലെങ്കിലും ഞാനത് തീരുമാനിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ചാറ്റും പാത്രം ചിന്തിയത് തന്നെ ചോറ്റക്കായി എന്ന് പറഞ്ഞതുപോലെ ഞാൻ അല്ലെങ്കിലും അത് തീരുമാനിച്ചിരിക്കുക. എനിക്കിപ്പോൾ രണ്ടോടത്തും കൂടി ഇവിടുന്ന് കാളമ്പാടിയുള്ള മൂപ്പരെ സ്ഥലം കോട്ടുമല ദൃശ്യം നടത്തിയിട്ട് കോട്ടുമല ഉസ്താദ് എന്ന് പേര് വന്നതാണ്. ഇവിടുന്ന് അങ്ങോട്ട് കോഴിക്കോട്ടക്കപ്പുറത്ത് കയ്യിലും പോകണം, പട്ടിക്കാട്ടക്കും പോകണം എന്നിപ്പോൾ കഴിയൂല. ഞാൻ ഇപ്പോൾ ഈ നോമ്പോട് കൂടി അവിടുന്ന് ഒഴിവാക്കാൻ നിൽക്കുകയാണ് എന്നാണ്. എന്നാൽ പിന്നെ അതെന്നെ നല്ലതെന്ന് എനിക്കും അഭിപ്രായം ഉണ്ടെന്നാണ്. അതിപ്പോൾ ഓരോടിപ്പോൾ എങ്ങനെ പറയണ് ഒഴിവാകല്, അതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. അതിനൊക്കെ ചില മാർഗം ഞാൻ കാണുന്നുണ്ട്. ഞങ്ങൾ കമ്മിറ്റിക്കാരും കൂട്ടി വരുന്നുണ്ട്. അങ്ങനെ മൂപ്പർ ഒഴിവാകുമെന്ന് തീരുമാനിച്ചപ്പോൾ രണ്ടാമത് നന്ദിയിൽ മുസ്ലിയാരത്ത് ചെന്ന് ഞാൻ പറഞ്ഞു, നമ്മളൊരു കാര്യം ചെയ്യുക, കോട്ടുമല സ്ഥാനത്ത് തന്നെ അടുത്തവരവിടെ നിർത്താൻ വേണ്ടി നോക്കുക. ഇവിടെ കമ്മിറ്റിക്കാരും എല്ലാവരും കൂടിയാണ് നമ്മൾ പൊന്നിയിലേക്ക് പോകുക. അങ്ങനെ ദിവസം നിശ്ചയിച്ച് പോകാൻ. അപ്പോൾ പോകാൻ നിശ്ചയിച്ചപ്പോൾ ഇന്നത്തെ മാതിരി പോകണമെന്നില്ലാത്ത കാലമാണ്. ഞാൻ നേരെ ബസ്സിന് കയറി പട്ടിക്കാട് പോയി കോട്ടുമല സ്ഥാനെ കണ്ട് ഇന്ന ദിവസം ഒരു വീട്ടിലേക്ക് വരും, നിങ്ങൾ ഓരോരോട് പറഞ്ഞാൽ മതി, എന്നാൽ പിന്നെ ബാക്കിയൊക്കെ റാഹത്തായിക്കോളുന്നു. അങ്ങനെ കോളേജിൻ്റെ കമ്മിറ്റിയിലെ ലീഗിൻ്റെ നേതാക്കൾ, നന്ദിയിലെ മുസ്ലിയാർ, കമ്മിറ്റിൻ്റെ വൈസ് പ്രസിഡന്റ് അന്ന് വാപ്പക്ക് തങ്ങളെ മകൻ അബ്ദുൽ ഖാർ വാപ്പക്കയാണ്, അവർ വന്നിട്ടില്ല. വൈസ് പ്രസിഡന്റ് അബ്ദു ഹാജി, പിന്നെ ഒരു മൊയ്തു ഹാജി പോലെയുള്ള ആളുകളൊക്കെ കൂടി ഒരു വണ്ടിയിൽ മുസ്ലിയാരെ കാറിൽ ഞങ്ങൾ ഉസ്താദിൻ്റെ വീട്ടിലെത്തി. അവിടെ ചെന്ന് ചായ കൂടി മറ്റു ലോകമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിപ്പോൾ നോമ്പും കൂടി കഴിഞ്ഞിട്ട് ഉസ്താദ് അവിടെ തന്നെ നിൽക്കണമെന്ന് പറയാൻ പോകുന്നതാണ്. ഉസ്താദ് എന്നെക്കൊണ്ട് ഞാൻ കഴിയൂല, അങ്ങനെ തന്നെ പറയുള്ളൂ. അപ്പോൾ 2-3 വട്ടം പലരും പറഞ്ഞപ്പോഴും പറഞ്ഞ് എന്ത് പറഞ്ഞാലും എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഹൈറിന് വേണ്ടി ഉസ്താദ് ഒന്ന് വേർക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് ഫാത്തിഹ സൂറത്തും യാസീനും ഓതാൻ നിൽക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശസ്തരായ പണ്ഡിതരെ കൊണ്ട് നമ്മളെ കോളേജ് നിലനിർത്തുമാറാകട്ടെ എന്ന് തുറന്നപ്പോൾ എല്ലാവരും ആമീൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് യാത്ര പറഞ്ഞ് സന്തോഷത്തോടെ എല്ലാവരും പോകുന്നു. മലപ്പുറം കുന്നമ്മലെത്തിയപ്പോൾ അതുവരെ ആരും പിന്നെ ഒന്നും മുണ്ടണമെന്നില്ല കാര്യമായിട്ട്. ഞാൻ തന്നെ പറഞ്ഞു, ഇപ്പോൾ കോട്ടുമല ഉസ്താദ് ദ്വാരുന്നത് എനിക്ക് മനസ്സിലായോ എന്ന് വെച്ചു. ആ കോട്ടുമല ഉസ്താദ് ദ്വാരുന്നത് ഇങ്ങനെ പ്രശസ്തരായ പണ്ഡിതരെ കൊണ്ട് നമ്മളെ കോളേജ് ഉയർത്തണം എന്നാണ്. അതിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നു, ഇന്നിപ്പോൾ പ്രശസ്തനായ ഒരു പണ്ഡിതൻ EK അബൂബക്കർ മുസ്ലിയാരാണ്. അപ്പം തന്നെ ഈ അബുദ്വാജി പറഞ്ഞ വലിയ ലീഗുകാരന് ഭയങ്കര ലീഗുകാരനാണ് മൂപ്പർ ലീഗിനെതിരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ കോളേജിൽ ലീഗും കോൺഗ്രസും ഒന്നും പഠിപ്പിക്കില്ല. ബാഫക്കി തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ആ ബാഫക്കി തങ്ങൾ പ്രസിഡൻ്റായ കോളേജിലാണ് EK അബൂബക്കർ മുസ്ലിയായിരുന്നത്. പൂക്കോയ തങ്ങൾ ലീഗിൻ്റെ പ്രസിഡൻ്റായി പിന്നെ ആ കോളേജിലാണ് നിന്നത്. പിന്നെ എന്തോ ചെറിയ കാരണങ്ങൾ കൊണ്ട് സാധാരണ അല്ലേ അത് പോരുന്നു, അങ്ങനെ പോകുന്നതല്ലാണ്ട് വേറെന്താണ്. അതിനല്ലേ നമ്മൾ കമ്മിറ്റി EK അബൂബക്കർ മുസ്ലിയാർ അവിടെ വന്നിട്ട് ദർസ് നടത്തുന്ന കുട്ടികളോട് രാഷ്ട്രീയമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നോക്കാനാണ് കമ്മിറ്റി. വർക്കിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്ന കമ്മിറ്റിയാണ്, അപ്പോഴേ കമ്മിറ്റി ആവുള്ളൂ. നിങ്ങളൊക്കെ പ്രസിഡൻ്റാണ്, ഖജാൻജിയാണ് പറഞ്ഞ് നിന്നാൽ മതിയോ? അള്ളാഹിനോട് നിങ്ങൾ സമാധാനം പറയേണ്ടതെന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് EK അബൂബക്കർ മുസ്ലിയാർ അങ്ങനെയാണ്, നമുക്കത് ഒഴിവാക്കണം. ഇക്കനോട് പറയാം, നിങ്ങൾ അടുത്ത മാസം മുതൽ വരണ്ട, അല്ലെ നിങ്ങളിങ്ങനെ ചെയ്യണോണ്ട് ഈ ആഴ്ച തന്നെ പോയിക്കോളി, ഇതുവരെയുള്ള പൈസതാ അത് പിടിച്ചോളി എന്ന് പറഞ്ഞാൽ മൂപ്പരാണ് പോകൂലേ. അതും ശരിയാണ്. അപ്പോൾ ഖജാൻജി പറഞ്ഞു. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന അതല്ല. EK അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടൊരു പണ്ഡിതനാണ്. ആ പണ്ഡിതനെ കൊണ്ട് നമ്മളെ കോളേജ് ഉയർന്നോളും. മാത്രമല്ല നമുക്കവിടെ സനത് കൊടുക്കുന്ന കോളേജ് വാക്കമാണെങ്കിൽ അപ്പോൾ നമ്മളെ നാട്ടുകാർക്കൊക്കെ അത്ര അഭിമാനമാണ് എന്ന് പറഞ്ഞു. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോത്തിന് കോഴിക്കോട് എത്താനായി. അങ്ങനെ കോഴിക്കോട് എത്തിയപ്പോൾ ഏകദേശം ഓരൊക്കെ ഒരു പാകത്തിന് വന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ് ഇനി വേറെ ദിവസം പോകാൻ നിൽക്കണ്ട, നമ്മൾ നേരെ ഈക്കൻ്റെ വഴിക്ക് പോകാമെന്ന്.
അപ്പോൾ ബഹുമാനപ്പെട്ട ശംസുലുലമ ഞാൻ അതിന് മുമ്പൊന്ന് കണ്ട് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചില തന്ത്രങ്ങളൊക്കെ ഞാൻ പയറ്റുന്നുണ്ട്. റെഡിയാകുകയാണെങ്കിൽ നിങ്ങളത് സ്വീകരിച്ച് നന്ദിയിലേക്ക് വരണം. ഏതായാലും നമുക്ക് മട്ടം പോലെ ചെയ്യാമെന്ന് എന്നോട് പറയുകയില്ല. അങ്ങനെ വെള്ളിമാട് കുന്നിൽ പ്രബോധനം ഓഫീസിൻ്റെ ഇപ്പോഴത്തെ മാധ്യമ ഓഫീസിൻ്റെ ഒക്കെ മുന്നിൽ വണ്ടി നിർത്തി ഒരു ഇടവഴിയാണെന്ന് ബഹുമാനപ്പെട്ട ശംസുലുലമൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെല്ലാവരും നടന്നു ചെന്ന് എന്നാ ഇരിക്കുന്നൊക്കെ പറഞ്ഞിരുത്തി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മുസ്ലിയാർ പറഞ്ഞു, നന്ദിയിലെ മുസ്ലിയാർ, ഞങ്ങളിപ്പോൾ വന്നത് നോമ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ കോളേജ് ഒന്ന് ഉഷാറാക്കണം, അതിന് നിങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കാൻ വന്നതാണ്. അപ്പോൾ ശംസുലുലമ പറഞ്ഞു, ഞാൻ ഇനി ഒരു കോളേജൊക്കെ ഇല്ല, ആർക്കെങ്കിലും ഓതണമെങ്കിൽ ഇവിടെ വന്നോട്ടെ, ഓലിക്ക് ഞാൻ ഓതി കൊടുക്കും, ഞാൻ ഇനി ഒരു കോളേജൊക്കെ ഇല്ല. ഒന്നിങ്ങനെ ടൈറ്റാക്കിയതാണ്. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തില്ല അങ്ങനെ ആദ്യം പറയണത്. അപ്പോൾ ഈ ലീഗുകാരനായ പ്രസിഡന്റ് തന്നെ, അല്ല അത് പറ്റൂല, നിങ്ങൾ ഷേഖുനാൻ്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞു ഓരോ കൊള്ളുമ്പോൾ. അപ്പോൾ എന്താ പേര് ഞാൻ പറഞ്ഞു, ഒരു അബ്ദുവാജിയാണ്. അബ്ദുവാജി ഇന്നൊരു കോളേജൊക്കെ ക്ഷണിക്കണ്ട, ഞാൻ സ്വതന്ത്രമായി ദർസ് നടത്തണം, ബുഖാരി മുസ്ലിം ദർസ് നടത്തണം, അതിന് എൻ്റെ വീട്ടിൽ വന്നോട്ടെ, ഞാൻ ഉൽക്കം ചൊല്ലി കൊടുക്കാം. ചുരുക്കത്തിൽ ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ ആ ഭാഗവതത്തിൽ 4-5 മിനിറ്റ് നിന്ന് ഇടയ്ക്ക് ഞാനൊന്ന് കയറി, നമ്മളിങ്ങനെ ശിഷ്യനാണ്, നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്ന ആളെ ഓരോന്നും പറയുമ്പോൾ നമുക്ക് പറയാനും പറ്റുമല്ലോ. ഞാൻ പറഞ്ഞു, എനിക്ക് ചെറിയൊരു അഭിപ്രായം എന്ന് ഞാൻ മെല്ലെ ഇങ്ങനെ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്, അപ്പോൾ ആളുകളെ കൂട്ടുന്നൊക്കെ നമ്മൾ നിങ്ങൾ തന്നെ വിളിക്കുള്ളൂ. ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ഈ ഉമറാക്കും കാര്യമായ ഒരു ആലിമൊക്കെ വന്ന് പറയുമ്പോൾ അതിങ്ങനെ തിരസ്കരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഷെയ്ഖുനാനെ ഉപദേശിക്കാതെ എഴുതിയാണ്ട് കുരുത്തക്കേട് ഉണ്ടാകാനും പാടില്ല എന്നാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചതായി ഇപ്പം നമുക്കല്ല ഇപ്പോൾ ഈ നാടകമൊക്കെ അറിയുള്ളൂ. ഏതായാലും ഇപ്പോൾ നമ്മളെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പറഞ്ഞ പോലെ ആവട്ടെ, എന്നാലും ഞാൻ വരാം, ഞാൻ ദർശനം നടത്തും, വേറൊന്നിനും അവിടെ പ്രസംഗിക്കുക, ഇവിടെ അതിനൊന്നും എന്നോട് പറയരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിൻ്റെ വലിയ ആവശ്യമുള്ളൂ, അവിടെ ദർശനത്തിലേ ഉള്ളൂ. അങ്ങനെ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് പറഞ്ഞ് തീരുമാനിച്ച് ഒന്ന് തുയർന്ന് 1000 ഉറുപ്പിക ശമ്പളവും നിശ്ചയിച്ചു. 1000 ഉറുപ്പിക ശമ്പളവും നിശ്ചയിച്ചു. അങ്ങനെ ആ ശമ്പളം നിശ്ചയിച്ച് ഒക്കെ റാഹത്തായി അവിടുന്ന് പിരിഞ്ഞു പോന്നു. അപ്പോൾ ഓലാണ്ട് പോയി, പിന്നെ വാഹനത്തിലൊക്കെ ഓല കയറ്റി, എനിക്ക് ഷെയ്ഖുനാടൊന്നുകൂടി പറയാണ്ടെന്ന് അറിഞ്ഞാണ്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ പോന്നു. പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്നോട് പറഞ്ഞപ്പോൾ നീയും നിൽക്കണം. അപ്പോൾ ഞാനും ഷെയ്ഖുനി ഒറ്റക്കുള്ളൂ. ഞാനന്ന് കണ്ണൂർ ജില്ലയിൽ ജോലി ചെയ്യുന്ന സമയമാണ്. ഞാൻ പറഞ്ഞ് ഞാൻ നിൽക്കലുണ്ടാവില്ല, ഞാൻ 11 കൊല്ലവും 8 മാസവും അതിനപ്പുറത്തേക്കും ആ മഹല്ല് ഒരു സെറ്റപ്പാക്കി കൊണ്ടുവന്ന മഹല്ലുമാണ്. അതുകൊണ്ട് ഞാൻ നിൽക്കൂല, നിൽക്കണമെന്നുള്ളത്, എന്നാലും നിൽക്കൂല എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ നിർബന്ധിച്ചവന് അവസാനം ഞാൻ പറഞ്ഞ് ഞാൻ നിൽക്കാം, പക്ഷെ എൻ്റെ കൂടെയുള്ള മുത്താലിമീങ്ങൾ വരില്ല, അങ്ങനെ വന്നാൽ അവിടുത്തെ ദർശനം നഷ്ടപ്പെടും, അവിടെ ഞാൻ വേറെ ദർശനമാക്കുന്നു. അങ്ങനെ സമ്മതിച്ച് ഷെയ്ഖുനാനോട് ഞാനും നിൽക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നന്ദി ദാറുസ്സലാം അറബി കോളേജിലെത്തുന്നത്. അന്ന് വളരെ കുറഞ്ഞ കുട്ടികളാണ് അവിടെ ഉള്ളത്. പിന്നെ മഹാനായ തൻ്റെ സഹോദരനും കൂടിയായ മർഹൂം EK ഹസൻ മുസ്ലിയാരുടെ അടുത്ത് ഓതിയിരുന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു. അവർ ഓത്ത് കഴിഞ്ഞ് മറ്റ് കോളേജിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ആ കൊല്ലത്തിലാണ് നന്ദി ദാറുസ്സലാം അറബി കോളേജിൽ ബിരുദം കൊടുക്കാൻ, വന്ന ആ കൊല്ലം തന്നെ ബിരുദം കൊടുക്കാൻ തീരുമാനിക്കുന്നത്. ആ കോളേജിലേക്ക് അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ മുസ്ലിം ജമാഅത്തിൻ്റെ നേരത്തെ സുന്നിയന സംഘത്തിൻ്റെയൊക്കെ തലപ്പത്തുണ്ടായിരുന്ന എൻ്റെ അടുത്ത നാട്ടുകാരനുമായ കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി, കൂറ്റമ്പാർ ഉസ്താദ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നവരാണല്ലോ. കൂറ്റമ്പാർ ഉസ്താദിനെ പോലെ ബാപ്പട്ടി ദാരിമി ഇപ്പോൾ അബുദാബിയിലാണ്, അരുവിക്കുട്ടി ദാരിമി ഇപ്പോൾ UAE അല്ലയിലാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രഗത്ഭരായിരിക്കുന്ന ഒരുപാട് മുത്താലിമീങ്ങൾ ആ കാലത്ത് വന്ന് ചേർന്ന് നല്ല അന്തസ്സുള്ളൊരു കോളേജായി അത് വളർന്നു വരാൻ തുടങ്ങി. കാരണം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയാണ് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വരുമാന മാർഗങ്ങളൊന്നുമില്ല. ഈ റിസീവർമാരും പോയി പിരിച്ചു കൊണ്ടുവന്ന ചെറിയ തുക, ബഹുമാനപ്പെട്ട നന്ദിയിൽ മുസ്ലിയാരിലേക്ക് വരുന്ന ചികിത്സാ ചെലവിൽ നിന്ന് കിട്ടുന്ന ആ സഹായത്തിൽ നിന്ന് കിട്ടുന്ന തുക, ഇതൊക്കെയുള്ളൂ. അപ്പോൾ ഞാൻ മുസ്ലിയാരോട് പറഞ്ഞു, ഇങ്ങനെയായാൽ ഈ കോളേജ് നിലനിൽക്കൂല,
അതുകൊണ്ട് നമുക്കതിനൊരു വരുമാന മാർഗം ഉണ്ടാക്കണം. എന്താണ് ഇതിന് മാർഗം എന്ന് ചോദിച്ചപ്പോൾ മാർഗം ഒന്ന് ഞാൻ കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെയും കൂട്ടി ഒരു വിദേശ പര്യടനം നടത്തുക. ശംസുൽ ഉലമയുടെ ജീവിതത്തിൽ അങ്ങനൊരു കളക്ഷന് തീരെ പോയിട്ടില്ല. അപ്പോൾ ശംസുൽ ഉലമ അത് സമ്മതിക്കൂല്ല എന്ന് എനിക്കറിയാം. പക്ഷേ സമ്മർദ്ദം ചെലുത്തണം. നമ്മൾ കോളേജ് നിലനിൽക്കണോ, ഒന്നിത് നിങ്ങൾ സഹായിച്ചു തരണം. അങ്ങനെ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമെടുത്തു. ആ തീരുമാനം ആദ്യം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ ഞാൻ തന്നെ ധരിപ്പിച്ചു. എതിർപ്പൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞു നമ്മളെ കോളേജ് നിലനിൽക്കണം, അതിനൊരു വരുമാനമുണ്ടാകണം. ആ വരുമാനമുണ്ടായാലേ ഇത് നിലനിൽക്കുകയുള്ളൂ. അപ്പം മനസ്സോടെ സമ്മതിച്ചു. പിന്നെ കമ്മിറ്റിക്കാരെല്ലാവരും കൂടി പോയി പറഞ്ഞപ്പോൾ എന്നാൽ നമുക്ക് നോക്കാം. അപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞു നമ്മളെ TC ഉസ്താദുമുണ്ട്. അതുപോലെ അങ്ങനെ പറയലേ, ആയിക്കോട്ടെ എന്നാൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും വരട്ടെ, നമുക്കത് ആലോചിക്കാമെന്ന്. അങ്ങനെയാണ് ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ മലേഷ്യയിലേക്ക്, സിംഗപ്പൂരിലേക്ക് ഒരു യാത്രക്കൊരുങ്ങാണ്. ആ യാത്രക്ക് ഒരുക്കി പാസ്പോർട്ട് വാങ്ങി മദ്രാസിൽ കൊണ്ടുപോയി വിസ അടുപ്പിച്ചു. അതിന് ബഹുമാനപ്പെട്ട ബാപ്പക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ നമ്മുടെ കൂടെ ഇന്ന് സജീവമായ രംഗത്തുള്ള മുസ്ലിം ജമാഅത്തിൻ്റെയും SMIയുടെയൊക്കെ സ്റ്റേറ്റ് സാരഥികളിൽപ്പെട്ട സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ ബഹുമാനപ്പെട്ടവർ അന്ന് മലേഷ്യയിൽ താമസമായിരുന്നു. ആ ബഹുമാനപ്പെട്ട തങ്ങളുമായി ഇതുപോലെ ഞാൻ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ്. അപ്പോൾ നമ്മളങ്ങോട്ട് ഓടിച്ചെന്നിട്ട് നമുക്കൊരു മലേഷ്യ അറിയില്ല, ഒരു സിംഗപ്പൂരും അറിയില്ല, അവിടെ നിങ്ങൾ പോയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് നിങ്ങളതിനൊരു മാർഗം കാണിച്ചു തരണം. ബഹുമാനപ്പെട്ടവരുടെ സഹായത്തോടു കൂടി ബഹുമാനപ്പെട്ടവരുമുണ്ട്. അങ്ങനെ ഞങ്ങൾ സിംഗപ്പൂരിലേക്ക് പുറപ്പെട്ടു. അങ്ങോട്ട് പോയത് കപ്പലിനാണ്. സിംഗപ്പൂരിലേക്ക് അങ്ങോട്ട് പോയത് കപ്പലിനാണ്. കാരണം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അതുവരെ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടില്ല. 1962 ഒരു ഹജ്ജ് കർമ്മത്തിന് പോയത്. അന്നും കപ്പലാണെന്ന്, വിമാനമൊന്നുമില്ലാത്ത കാലമാണ്. വിമാനത്തിൽ കയറാൻ പേടിയായിട്ടാണ് എന്നോട് പറഞ്ഞത്. നമ്മൾക്ക് എങ്ങനെ വിമാനത്തിൽ കയറ്റാൻ നോക്കായിട്ടല്ല, പക്ഷേ സമ്മതിക്കല്ല. അങ്ങനെ 6-7 ദിവസത്തെ കപ്പൽ യാത്ര മദ്രാസിൽ നിന്ന് കഴിഞ്ഞ് സിംഗപ്പൂർ പോയി ഇറങ്ങി. അവിടെ മലബാർ മുസ്ലിം ജമാഅത്ത്, മലബാർ പള്ളി എന്നൊരു പള്ളിയുണ്ട്. സിംഗപ്പൂർ പോയവർക്കറിയാം അല്ലേ. മലേഷ്യയിലുള്ള നമ്മൾ ഷൗക്കത്ത് സക്കാഫിയൊക്കെ ഉണ്ട്. ഇപ്പോൾ അവർക്കൊക്കെ അറിയാതെ. എൻ്റെ നാട്ടുകാരൻ റഷീദ് സക്കാഫിയുണ്ട്, അവർക്കൊക്കെ അറിയാം. അവരൊക്കെ ആ ഭാരവാഹികളൊക്കെ സീപോർട്ടിൽ വന്ന് സ്വീകരിച്ച് അങ്ങനെ മലബാർ പള്ളിയിൽ തന്നെ താമസ സൗകര്യമൊക്കെ ഒരുക്കി. അതിന് സൗകര്യങ്ങളൊക്കെ അവിടെയുണ്ട്. പിന്നെ ഞാൻ ആദ്യം ജോലി ചെയ്തിരുന്ന കണ്ണൂർ ജില്ലയിലുള്ള ഒരുപാട് ആളുകൾ അവിടെ ബിസിനസ്സുകാരുണ്ട്. ആ ഒരു ബന്ധമാണ് എനിക്കുള്ളത്. അപ്പോൾ അവരെയൊക്കെ കാണാം അല്ലേ. അറബികളൊന്നുമില്ല. UAE, ഖത്തറിൻ്റെ, ദുബൈൻ്റെ ഒന്നും മാതിരിയല്ലല്ലോ. അവിടെ നാട്ടുകാരെ തന്നെ കണ്ട് കാശുണ്ടാക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ സ്വീകരിച്ച് പള്ളിയിൽ കൊണ്ടുപോയിരുത്തി അവരവരുടെ വീടുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നൊക്കെ നല്ല ഭക്ഷണം കൊണ്ടുവരും. അത് ഒക്കെ കഴിച്ച് നല്ല റാഹത്തായിട്ട് കൂടുക. 2 ദിവസം വിശ്രമിച്ചു. കാരണം 6-7 ദിവസം കപ്പൽ യാത്ര ആയതുകൊണ്ട് മൊത്തത്തിൽ ക്ഷീണമുണ്ട്. ആ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കളക്ഷൻ ഇറങ്ങുകയാണ്. നാളെയാണ് കളക്ഷൻ ഇറങ്ങുന്നതെങ്കിൽ ഇന്ന് രാത്രി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയോട് ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട ആളുകളുടെ മുതലാളിമാരെടുക്കൽ അവരെ കച്ചവട സ്ഥാപനത്തിലോ അവരുടെ വീടുകളിലോ പോകും. എന്നിട്ട് അവർ കച്ചവടം ചെയ്യാൻ വെച്ച, അല്ലെങ്കിൽ അവർ പിന്നെ വീടെടുക്കാൻ വെച്ച അവരാവശ്യത്തിനുള്ള കാശാണ് അവരിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അത് ചില തന്ത്രപരമായ നീക്കങ്ങളിലൂടെ അത് കിട്ടുള്ളൂ. അതിനുള്ള തന്ത്രങ്ങളൊക്കെ നാം ആവിഷ്കരിക്കണം. അപ്പം എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ശൈഖുന ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കാൻ എനിക്ക് കഴിയില്ല. ശൈഖുനാക്കാണെങ്കിൽ ഒരു കളക്ഷൻ എടുത്ത് പരിചയമല്ല. അതിനെന്താ വേണ്ടത്, ഞാൻ ഇരിക്കുകയുള്ളൂ, ഞാനൊന്നും പറയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കാര്യങ്ങൾ പറയും, അതിന് ശൈഖുന എന്നോട് വെറുപ്പൊന്നും കരുതരുത്. ആ പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറയും, ഒരുപാട് പ്രായമുണ്ട് അല്ലെ, ശൈഖുനാക്ക് അന്ന് തന്നെ നല്ല പ്രായമുണ്ട്. ഈ പ്രായമൊക്കെ ഉണ്ടായിട്ടും ആ സ്ഥാപനത്തിന് അത്യാവശ്യമായത് കൊണ്ടാണ് ശൈഖുന വരേണ്ടി വന്നത് എന്ന് ഞാൻ പറയുമ്പോൾ ആ പ്രായം ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഒന്നിങ്ങനെ നെടുവിശ്വാസമുണ്ടെന്നറിഞ്ഞ്. പ്രായം ഒന്ന് മറ്റുള്ളവർക്ക് കാണണമല്ലോ, കാഴ്ചക്കുള്ളത് പോലെ ഒന്ന് അനുഭവത്തിൽ വരാൻ. അപ്പോൾ ആ പ്രായത്തിൻ്റെ അതൊന്ന് കാണിച്ചു കൊടുക്കണം. പിന്നെ ഞാൻ ആ കൂട്ടത്തിൽ പറയും, നല്ല സുഖമൊന്നുമില്ല,
സുഖമില്ല എന്നുള്ളത് ശരിയാണ്. എന്നാലും ആ സ്ഥാപനത്തിൻ്റെ അത്യാവശ്യം കൊണ്ട് വന്നതാണ് എന്ന് ഞാൻ പറയും. അപ്പം മുട്ടുംകാലം ഒന്നിങ്ങനെ ഉയ്യണം എന്ന് പറഞ്ഞു. ഇതിപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞുതരാം. ചില ഹിക്മത്തുമാണ് ഏതിനും. ഹിക്മത്തുണ്ടെങ്കിലേ കാര്യങ്ങളൊക്കെ നടക്കൂ. പക്ഷെ ഒന്നും യാഥാർത്ഥ്യത്തിനെതിരാകരുത്, കള്ളത്തരാകരുത്, വഞ്ചനയാകരുത്. ഹിക്മത്ത് പല രൂപത്തിലുണ്ട്. അപ്പോൾ നല്ല നിലക്കുള്ള ഹിക്മത്തായിരിക്കണം. ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ ചെയ്യാനാണ്. പക്ഷേ ഇത് രാവിലെ ഒരു 9 മണിയാകുമ്പോഴേക്ക് ഒരാളുടെ ക്ഷണ പ്രകാരം തന്നെ ഒരു വലിയ ഒരു പണക്കാരൻ, അബ്ദുൽ ഖാദർ ഹാജി എന്നായിരുന്നു അയാളുടെ പേര്, അവിടെ ചെന്നു. എന്നിട്ട് എന്താണ് ഉണ്ടായത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അങ്ങനെ ഈ അബ്ദുൽ ഖാദർ ഹാജി എന്ന് പറയുന്ന ആ പൗര പ്രധാനിയുടെ സ്ഥാപനത്തിൽ ഞങ്ങളെത്തി. ഒരു വലിയ ഹോട്ടൽ നടത്തുന്ന ആളായിരുന്നു. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ആ ഹോട്ടൽ. ഗൾഫിലൊക്കെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഡ്ജിനാ പറയല്. ഇത് ഹോട്ടൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷണം വിൽക്കുന്ന ഹോട്ടൽ. അവിടെ എത്തിയപ്പോൾ നല്ല മാന്യമായ സൽക്കാരം, ആവശ്യമായ ഭക്ഷണം ഒക്കെ ഞങ്ങൾ വേണ്ടതുപോലെ കഴിച്ച് എന്നിട്ട് ദുആ ചെയ്യണം. അപ്പോൾ ആ ദുആ ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ടവർ ഒരു 2500 വെള്ളി, അവിടെ വെള്ളി എന്നാ പറയാം, സിംഗപ്പൂർ ഡോളർ എന്നാണ് അതിൻ്റെ പേരെങ്കിലും, വെള്ളി എന്നാ പറയുക, അതെടുത്ത് എന്നെ ഇങ്ങനെ സ്വകാര്യം വിളിച്ച് ഇങ്ങനെ 2500 കാണിച്ച്. അന്ന് ഈ 979 തന്നെ അവിടുത്തെ ഒരു വെള്ളിക്ക് ഗൾഫിലൊക്കെ അന്ന് 2 റുപ്യ 80 പൈസയും കിട്ടുന്ന കാലത്ത്, UAE ദിർഹമിനൊക്കെ 2 റുപ്യ 80-70 പൈസ കിട്ടുന്ന കാലത്ത് അന്ന് തന്നെ അതിന് 6 റുപ്യ ഉണ്ട്. ഇന്നത്തെയോ 36-38 റുപ്യൊക്കെ ഉണ്ടെന്ന് അത് തോന്നുന്നത്. എത്രയത് കൃത്യമായിട്ട് അറിയില്ല. ഇനി അഥവാ 40 ആണെങ്കിൽ അത് തെറ്റിയെന്നും പറഞ്ഞുകൊണ്ട് ആരും സൈക്കിളെടുത്ത് കൂടുകയും വേണ്ട. ഏതായിരുന്നാലും നല്ല മൂല്യമുള്ള സംഖ്യയാണ്, കാശാണ് അവിടുത്തെ. 2500 മോശമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞു, അല്ല നിങ്ങൾ ഈ സ്ഥാപനത്തേക്ക് കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരു പണ്ഡിതനായിട്ട് വന്നിട്ട് 2500 ഞാനത് കൊടുക്കൂല, എനിക്കത് മാനക്കേടാണ്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞപ്പോൾ 3000 ആക്കി 5000 വെള്ളി നിങ്ങളോട് കൊടുക്കുകയാചാരെ. അപ്പോൾ അത് നിർബന്ധിച്ച് 5000 വെള്ളി ബഹുമാനപ്പെട്ട ശംസുലമ കൊടുക്കാൻ എൻ്റെ അടുത്ത് വേണ്ട, ശംസുലമൻ്റെ കയ്യിൽ തന്നെ കൊടുക്കണം. ശംസുലമ അത് വാങ്ങി അപ്പം തന്നെ എൻ്റെ അടുത്ത് തന്ന് നമ്മൾ അതിനുള്ള റെക്കോർഡാക്കാൻ ഒരു നോട്ട് പുസ്തകം വാങ്ങിയിട്ടുണ്ട്. കാരണം രസീതൊന്നും കൊണ്ടു നടന്ന് അവിടുന്ന് കളക്ഷൻ എടുക്കാൻ പാടില്ല അവിടുത്തെ നിയമപ്രകാരം. എന്നിട്ട് അവരുടെ അഡ്രസ്സ്, അവരുടെ പോസ്റ്റ് ബോക്സ് നമ്പർ, വില്ല നമ്പർ ഇതൊക്കെ എഴുതിയെടുത്ത് നാട്ടിൽ വന്ന് പിന്നെ രസീത് അങ്ങോട്ട് അയച്ചു കൊടുക്കുക ചെയ്തിരുന്നത്. അങ്ങനെ വാങ്ങി 5000. അങ്ങനെ ഞങ്ങൾ കളക്ഷൻ തുടങ്ങി. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് വെറും ഒരു 18 ദിവസം സിംഗപ്പൂരിൽ ഞങ്ങൾ നിന്നപ്പോഴേക്കും ഇന്ന് കോഴിക്കോട് മാവൂർ റോഡിലുള്ള ഓവർ ബ്രിഡ്ജിൻ്റെ താഴെ ദാറുസ്സലാം കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു ചെറിയ കോംപ്ലക്സ് ഉണ്ട്. നമ്മൾ മർക്കസ് കോംപ്ലക്സിനെയൊക്കെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. ഏതായിരുന്നാലും ആ സ്ഥലം വാങ്ങാനും അതിൽ ബിൽഡിംഗ് എടുക്കാനുമുള്ള കാശ് അവിടെ നിന്ന് തന്നെ കിട്ടി. ഒരു 4 ദിവസം മലേഷ്യയിലും പര്യടനം നടത്തി. കുറച്ചൊക്കെ ആയപ്പോൾ കുറച്ചായപ്പോൾ 7-11 കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് 3 മാസമൊക്കെ അവിടെ നിൽക്കായിരുന്നു. വേണമെങ്കിൽ അതിന് കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് തിരിച്ചു പോന്നു. ഞാൻ ഇതും കൂടി ഇവിടെ വിവരിക്കുന്നത് ദാറുസ്സലാം അറബിക് കോളേജിൻ്റെ ആദ്യത്തെ ആസ്തിയാകുന്ന ഈ കോംപ്ലക്സിന്, അഥവാ കോഴിക്കോടുള്ള ഈ ബിൽഡിങ്ങിനും, അതുപോലെ വെസ്റ്റ് ഹില്ലിൽ ഒരു ഗോഡൗൺ ഉണ്ട്. ആ ഗോഡൗണും വാങ്ങാൻ മഹാനായ ശംസുലമയുമായി വിദേശ പര്യടനം നടത്തി കാശുണ്ടാക്കി കൊടുത്തവൻ നിങ്ങളോട് ഈ സംസാരിക്കുന്ന TC എന്ന് പറയുന്ന TC അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. കാരണം നമുക്ക് ലക്ഷ്യം സുന്നത്ത് ജമാഅത്തായിരുന്നു. ഈ വിവരം ഇപ്പോൾ ആ കോളേജിൻ്റെ ജനറൽ സെക്രട്ടറിയും അന്ന് കോളേജിൻ്റെ മാനേജറുമായിരുന്ന AV അബ്ദുറഹിമാൻ മുസ്ലിയാർ വടകര, അന്ന് മൂപ്പർ വടകര ഉസ്താദുൽ മദ്രസയുടെ ആ ഭാഗത്തായിരുന്നു താമസമെങ്കിൽ ഇന്ന് അദ്ദേഹം നന്ദിയിൽ തന്നെ വീടെടുത്ത് അവിടെ തന്നെ താമസിക്കുന്ന ആളാണ്. ഈ AV അബ്ദുറഹിമാൻ മുസ്ലിയാർ ഇന്നതിൻ്റെ ജനറൽ സെക്രട്ടറിയുമാണ്. ഈ ജനറൽ സെക്രട്ടറിയോട് ചെന്ന് ചോദിച്ചാൽ TC ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, ശംസുലമയും കൂട്ടി സിംഗപ്പൂർ മലേഷ്യയിലേക്ക് മറ്റൊക്കെ ആദ്യമായി വിദേശയാത്ര നടത്തിയ TC ആണല്ലോ, അതിൽ വല്ല വ്യത്യാസവുമുണ്ടോ എന്ന് അദ്ദേഹത്തോട് ഇന്നോ സൗകര്യമുള്ളവർ നാളെയോ ഒക്കെ പോയി ചോദിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അങ്ങനെ നാം സ്ഥാപിച്ചുണ്ടാക്കിയ വളർത്തിയുണ്ടാക്കിയ സ്ഥാപനമാണ് നന്ദി ദാറുസ്സലാം അറബിക് കോളേജും. പക്ഷേ
അതിൻ്റെ ഇന്നുള്ള കടിഞ്ഞാണും അതിൻ്റെ നേതൃത്വവും അവിടെയുള്ള ചുറ്റുപാടുകളുമൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധമായ നീക്കമായപ്പോൾ എത്രത്തോളം വിരുദ്ധമായി? ഒരു മുദരിസ് അവിടുന്ന് ദർസ് നടത്തുകയാണ് അല്ലേ. വലാ തഖ്റബുസ്സിന എന്ന പരിശുദ്ധമായിരിക്കുന്ന സൂറത്ത് അഥവാ ഖുർആൻ തഫ്സീർ, അത് ജലാലൈനി അത് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചിരിച്ചുകൊണ്ട്. കമസിലി കാന്തപുരം, കുട്ടികൾക്ക് തിരിയും. കമിസിലി എന്ന് പറഞ്ഞാൽ പോലെന്നാ, കാന്തപുരത്തിനെ പോലെയാകരുത്. എന്തേ കാരണം? ഈ സമുദായ ദ്രോഹികൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ പേരിൽ വ്യഭിചാരാരോപണം നടത്തിയ കാലമായിരുന്നു അത്. എന്തൊക്കെ ആരോപണം ബഹുമാനപ്പെട്ട ഉസ്താദ് കേൾക്കേണ്ടി വന്നു? ഒരു കറകപ്പട്ട മാത്രമാണോ? അല്ലെ മെഡിക്കൽ കോളേജാണോ? അല്ലെങ്കിൽ മർക്കസിന്റെ കോംപ്ലക്സ് പണയം വെച്ചതാണ്? ഇതൊക്കെ നിസ്സാരമാണ് അല്ലേ. ലോകത്തിന്റെ അത്യുന്നതിയിലെത്തിയ, ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് അവர்கள் അറിയാത്ത ആളുകൾ ആ നാട്ടിലുണ്ടാവുകയില്ല. എന്നിട്ട് ഈ കൂപമണ്ഡൂകങ്ങൾ ആരോപണം ഉന്നയിച്ചത് എങ്ങനെയാണ്? കോഴിക്കോട്ട് നിന്ന് കാന്തപുരത്തേക്ക് പോകുന്ന വഴി കൊടുവള്ളി വഴി ചുറ്റിയിട്ട് അവിടെ കൊടുവള്ളിക്കപ്പുറത്തുള്ള ഒരു സ്ഥലം, നമ്മളതൊന്നും ഇപ്പോൾ പലരും പോലും ഇങ്ങനെ കുറേ പലതിനും അവർ പറഞ്ഞതും വിട്ടത് നമുക്കൊന്നും പറയലും പ്രചരിപ്പിക്കലും തന്നെ ലക്ഷ്യമല്ല. ഏതോ ഒരു ജമീല എന്തോ ഒരു പേര് പറഞ്ഞിട്ട് ആ പെണ്ണിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കാന്തപുരം ഉസ്താദിൻ്റെ വണ്ടി നിർത്തി. എന്നിട്ട് കാന്തപുരം ഉസ്താദ് ആ വീട്ടിലേക്ക് കയറി ചെന്നു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്. എന്നിട്ട് അവർ കേരള ശബ്ദത്തിൽ എഴുതിച്ചു. ചെന്നപ്പോൾ ഉസ്താദെ എനിക്കൊന്ന് മന്ത്രിച്ചു തരണമെന്ന് പറഞ്ഞ് ഉസ്താദിൻ്റെ കാൽമുട്ടിൻ്റെ ചുവട്ടിൽ ഇവളെ ഇരുത്തി. എന്നിട്ട് എന്തൊക്കെയോ സംഭവിച്ചു എന്നൊക്കെ അവർ പല ഊഹാഭങ്ങളും വരുത്തി ഈ ആരോപണം ഉന്നയിച്ചു. എന്തിനു വേണ്ടി? എന്താ കാരണം? സുന്നത്ത് ജമാഅത്ത് അതിൻ്റേതായിരിക്കുന്ന തനതായ രൂപത്തിൽ പ്രചരിപ്പിച്ചു എന്ന തെറ്റ് മാത്രമേ ഉസ്താദ് ചെയ്തിട്ടുള്ളൂ. ആ സമുദായ ദ്രോഹികൾ വഹാബികളും മൗദൂദികളും ഈ രാഷ്ട്രീയ കുപ്പായമണിഞ്ഞ് അതിൽ കയറി അതിൽ കുറച്ച് രാഷ്ട്രീയ മൗലാനമാരെയും കിട്ടിയപ്പോൾ അവർ തമിർത്താടുന്ന കാലമായിരുന്നു അത്. അപ്പോൾ അതിന് പ്രചോദനമായിക്കൊണ്ട് ആരാൻ്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയ സാധുവായിരിക്കുന്ന ഞാനടക്കം സിംഗപ്പൂരും മലേഷ്യയിലുമൊക്കെ പോയി ദിവസങ്ങളോളം പ്രയാസപ്പെട്ടുണ്ടാക്കിക്കൊണ്ടുവന്ന അതിൽ നിന്ന് ബിൽഡിംഗ് എടുത്ത് ആ വാടക കിട്ടിയിട്ട് അതിൻ്റെ ഭക്ഷണം കഴിക്കുന്ന ഈ കുട്ടികളും ഈ മുതലിസും അവർ ചൊല്ലിക്കൊടുക്കുന്നതല്ല ഒലാത്രമുസിന, നിങ്ങൾ കാന്തപുരത്തെ പോലെ ആകരുത് അല്ലേ. എന്നിട്ട് ഈ കുട്ടികളൊക്കെ ചിരിക്കുന്നു. എവിടെയായിരിക്കും ഇവരുടെയൊക്കെ സ്ഥാനം നാളെ ആഖിറത്തിലെന്ന് എൻ്റെ ഈ ശബ്ദം അവർ കേൾക്കുന്നുവെങ്കിൽ അവരും ഒന്ന് മനസ്സിലാക്കട്ടെ. അപ്പം അങ്ങനെ ഈ സ്ഥാപനം ഇന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും അന്നതിൻ്റെ തുടക്കം അൽഹംദുലില്ലാ നല്ല റാഹത്തിലായിരുന്നു. ആ റാഹത്ത് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ അതിനു വേണ്ടി പരിശ്രമിച്ചതും. ഇന്നത് മറ്റൊരു രൂപത്തിലേക്കായിരുന്നെങ്കിൽ അല്ലേ, ഒരു 1000 കുട്ടികളെ വരെ വെച്ച് അവിടെ ഇന്ന് പഠിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നത് ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളെ കൊണ്ടാണ്. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, 2-3 വട്ടം പറഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ പട്ടിക്കാട് കോളേജിൽ നിന്ന് ഇറക്കി വിടേണ്ടി വന്ന സാഹചര്യമുണ്ടായപ്പോൾ അഭിമാനത്തോടുകൂടി ബഹുമാനപ്പെട്ടവർ സ്വയം ഇറങ്ങിപ്പോരേണ്ടി വന്നു. എന്നിട്ട് പൂച്ചക്കാട് ദർസിൽ 4-5 മാസത്തോളം ജോലി ചെയ്ത് പിന്നീട് പട്ടിക്കാട് കോളേജിൽ ചേരുകയും തൻ്റെ അവസാന കാലം അഥവാ തനിക്ക് മരണപ്പെടുന്നതിന് ഏകദേശം ഒരു 2 കൊല്ലം മുമ്പ് തന്നെ 996 ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് യാത്ര പറയുന്നത്. 994 തന്നെ മഹാനായ ശംസുൽ ഉലമക്കേറ്റ സിഹർ അത് നീങ്ങിപ്പോയിരുന്നു തൻ്റെ ഇബാദത്തിൻ്റെയും ദിക്റിൻ്റെയും സ്വലാത്തിൻ്റെയും കടുപ്പം കൊണ്ട്. അങ്ങനെ നീങ്ങിപ്പോയപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് തോന്നി സുന്നത്തമാരിയോടെ നിലനിൽക്കാൻ എ.പി. അബൂബക്കർ മുസ്ലിയാരെ തന്നെ വേണം എന്ന്. അത് മൂപ്പർ പങ്കുവെക്കുകയും ചെയ്തിരുന്നു പലരോടും. അതുകൊണ്ടാണല്ലോ ചന്ദ്രികാദിന പത്രത്തിൽ തന്നെ അബ്ദുറഹ്മാൻ കല്ലായി എന്ന് പറഞ്ഞ മട്ടന്നൂരുകാരൻ അവരുടെ നേതാവും കൂടിയായ അവരോട് അഭിമുഖം നടത്തിയപ്പോൾ ഈ ശേഖുന ഇത് പങ്കുവെച്ചു. അതുകൊണ്ടാണ് അവൻ ചന്ദ്രികാ പത്രത്തിൽ എഴുതിയത്
കെ അബൂബക്കർ മുസ്ലിയാർക്ക് ആരെങ്കിലും സ്മാരകം പണിയാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ രണ്ട് സമസ്തയും യോജിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം വളരെ ആസൂത്രിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചുറ്റുപാടുണ്ടാവുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ സ്മാരകം എന്ന് ഇദ്ദേഹം എഴുതാൻ കാരണം അതാണ്. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം. പണ്ഡിതന്മാരെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്തിയതാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് പിന്നെ അവരുണ്ടാക്കിയതാണ്. ഇപ്പോഴുള്ള ചാളാരി ഗ്രൂപ്പിന് ശംസുൽ ഉലമയോട് ഒരു ബന്ധവുമില്ല എന്ന് നാം ഒക്കെ മനസ്സിലാക്കണം. അവരൊക്കെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സെഹർ ചെയ്ത് ബഹുമാനപ്പെട്ടവരെ അവരുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്ന് അവരെ എന്തൊക്കെയോ രാഷ്ട്രീയ ലാഭം ഉദ്ദേശിച്ചു എന്നല്ലാതെ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ മഹാനവറുകൾ അന്നും ഇന്നും എന്നും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി വീറോടെ വാദിക്കുന്നവരായിരുന്നു. ഈ സിഹർ കാരണം 5-8 കൊല്ലം മറ്റുള്ളവരുടെ ജൽപ്പനത്തിന് വിധേയമായി എന്തൊക്കെയോ സംസാരിച്ചു. അതിനൊന്നും അവർക്ക് വലിയ കുറവുണ്ടാവുകയില്ല അവരുടെ വിവാദത്തിന്റെ കടുപ്പം കൊണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ശംസുൽ ഉലമയെക്കുറിച്ച് ഒരു തെറ്റായ ധാരണയും ആരുടെ മനസ്സിലും ഉണ്ടാകാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ അവർ പറഞ്ഞെങ്കിൽ തന്നെ അവർ വിവാദത്തിന്റെ കടുപ്പം കൊണ്ട് അതൊക്കെ അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കും. അത്രമാത്രം വിവാദം ചെയ്തിട്ടുണ്ട്, അത്രമാത്രം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഉപദേശിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രഗത്ഭരായിരിക്കുന്ന ആലിമീങ്ങളെ വാർത്തെടുത്തിട്ടുമുണ്ട്. അതൊക്കെ മനസ്സിലാക്കി ആ മഹാനോടുള്ള ബഹുമാനവും ആദരവും എത്രത്തോളം നമ്മളെ മനസ്സിൽ വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം അള്ളാഹു അവരുടെ സഹായം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എല്ലാ പ്രവർത്തകരും ആ നിലയ്ക്ക് ചിന്തിക്കണം എന്നറിയിച്ചുകൊണ്ട് 3-4 ക്ലിപ്പുകൾ ഉണ്ടെങ്കിലും 2-3 ക്ലിപ്പുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ടെലിഫോൺ വന്നിട്ടും ഒരാൾ വന്നിട്ടുമൊക്കെ 5 മിനിറ്റും 4 മിനിറ്റും ഒക്കെ ഉള്ളൂ. 2-3 ക്ലിപ്പേ ഒരു 20 മിനിറ്റ് ഉള്ളതുള്ളൂ. എല്ലാവരും ഇത് കേൾക്കുക, പ്രചരിപ്പിക്കുക, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എനിക്കും കുടുംബത്തിനും ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.